Good morning to all. Good morning, ma'am. Morning, ma'am. Morning, ma'am. Yeah, morning. Start here, now. Start with prayer. Third of three and sign it. Okay, start it all. Good morning, all. Let us begin today's class with a short prayer. Lord, we commit this day to you, asking for strength, wisdom, and peace to face whatever comes. Guide our thoughts, words, and actions, filling us with your love so we may serve others. Calm our fears, help our trust in you, and allow us to find joy in your presence through all of today's challenges. Thank you, Lord, and thank you. Today's thought. Every new day is another chance to change your life. I repeat, every new day is another chance to change your life. Thank you. A very good morning to everyone. We are happy to see you all together here. Thank you for joining us here for today's class. I would like to extend a warm welcome to our respected Ashwati ma'am and beloved teachers who have joined us here. We hope you all enjoy this class and that it turns out to be a great success and a memorable one for all of us. Thank you. Let us start our class now. Okay. Yeah. അപ്പോ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, വേസ്റ്റ് ചെയ്യാനുള്ള ടൈം ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. കോൺഗേഡ് ആയിരുന്നു. കോൺഗേഡ് ഞാൻ പറഞ്ഞ എന്റെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്തു അല്ലേ? ശരിയല്ലേ? ഇല്ല മാം. ഇല്ല. ഇല്ല. എവിടെ വരെ എടുത്തെന്ന് പറയാമോ? 7th വരെ എടുത്തു. ആണോ? ഓക്കെ. ഞാൻ ഡൗട്ട് വരാൻ കാരണം വേറൊന്നല്ല കേട്ടോ. 19-ഉം 18-ഉം ഒരുമിച്ച് എന്താണ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ 2 ക്ലാസ് ഏകദേശം ഇങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ഓർമ്മയാണേ. ഓക്കെ, അപ്പോ 7 വരെ എടുത്തു. നെക്സ്റ്റ് വൺ 8th വൺ ആണ്. എ ഗുഡ്, ലാർജ്, ഗ്രേറ്റ്, സ്മോൾ നമ്പർ ഓഫ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ്, അതിന്റെ കൂടെ പ്ലൂറൽ വേർബ് ആണ് അല്ലെങ്കിൽ പ്ലൂറൽ സബ്ജക്റ്റ് ആണ് വരുന്നെങ്കിൽ പ്ലൂറൽ വേർബ് യൂസ് ചെയ്യണം. ഓക്കെ, അറിയാം നമുക്ക് അല്ലെ? ഗുഡ്, ലാർജ് നമ്പർ ഓഫ്, ഗ്രേറ്റ് നമ്പർ ഓഫ്, എ ഗ്രൂപ്പ് ഓഫ് എന്നൊക്കെ പറയുമ്പോൾ ഓൾറെഡി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തായാലും പ്ലൂറൽ വേർബ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ പ്ലൂറൽ വേർബ് യൂസ് ചെയ്യണം. ക്ലിയർ ആണോ? തിരിച്ചൊന്നുമില്ല അതില്. നമുക്ക് ഓൾറെഡി അറിയാം. ചില വേർഡ്സ് ഒക്കെ അല്ലെങ്കിൽ ചില സെന്റൻസിലൊക്കെ നമുക്ക് അറിയാം അത് പ്ലൂറൽ ആണ്, അതുകൊണ്ടാണ് നമ്മൾ പ്ലൂറൽ വേർബ് യൂസ് ചെയ്യുന്നത്. നമുക്ക് അത് അറിയാണ്ടാണെങ്കിൽ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? സോ ദാറ്റ്സ് ഓൾ. എ ഗുഡ്, ലാർജ്, ഗ്രേറ്റ്, സ്മോൾ നമ്പർ ഓഫ് ഓർ ഗ്രൂപ്പ് ഓഫ് എന്തുവരും കൂടെ ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ അവിടെ പ്ലൂറൽ വേർബ് യൂസ് ചെയ്യണം. ആൻഡ് 9th വൺ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞോട്ടെ, ഇത് കഴിഞ്ഞായിരുന്നോ? കഴിഞ്ഞോ? 8th വൺ എഴുതി കഴിഞ്ഞോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആണോ? യെസ് മാം. ഇനി 9th വണ്ണില് പ്രത്യേകിച്ചൊന്നുമില്ല. ഈച്ച് ഓഫ്, വൺ ഓഫ്, എവ്രി വൺ ഓഫ് എന്നൊക്കെ പറയുമ്പോൾ ഇതിന്റെ കൂടെ യൂസ് ചെയ്യുന്ന പ്ലൂറൽ നൗൺ ആണെങ്കിൽ അതിൽ ഒരെണ്ണം എന്നാ പറയുന്നത്. അപ്പൊ ഏത് വെർബ് യൂസ് ചെയ്യണം? സിംഗുലർ വെർബ് യൂസ് ചെയ്യണം. ഓക്കെ, വൺ ഓഫ് ദ ടീച്ചേഴ്സ്, ടീച്ചേഴ്സിൽ ഒരാൾ അല്ലെ? വൺ ഓഫ് ദ ടീച്ചേഴ്സ്. അപ്പൊ ഈ വൺ ഓഫ്, ഈച്ച് ഓഫ്, എവ്രി വൺ ഓഫ്, നൈദർ ഓഫ്, ഐദർ ഓഫിന്റെ കൂടെ പ്ലൂറൽ സബ്ജക്റ്റ് ആണ് വരുന്നതെങ്കിൽ വെർബ് എപ്പോഴും എന്തായിരിക്കും? സിംഗുലർ ആയിരിക്കും കേട്ടോ. കാരണം
അത്രയും എന്താണ് ഒരുപാട് ആളുകളിൽ ഒരാള്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമ്മൾ സിംഗുലർ വേർബ് ആയിരിക്കും യൂസ് ചെയ്യുക. അതാണ് 9th വൺ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? And the 10th one is very simple. None of the money has been stolen. In none of ഒക്കെ യൂസ് ചെയ്യുമ്പോൾ none is followed by plural, either a single verb or a plural verb can be used. നമുക്ക് none of the money, none of the പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ സിംഗുലർ verb plural verb യൂസ് ചെയ്യാം. തെറ്റൊന്നുമില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അതായത് നൺ ഓഫിന്റെ കൂടെ വരുന്നത് പ്ലൂറൽ ആണ്. പ്ലൂറൽ നൗൺ ആണെങ്കിൽ നമുക്ക് അവിടെ സിംഗുലറോ പ്ലൂറലോ ഒക്കെ യൂസ് ചെയ്യാം. അവിടെ തെറ്റൊന്നുമില്ല. ഓക്കെ, അതാണ് 10ാമത്തെ. അത്രേ ഉള്ളൂ കേട്ടോ. സിമ്പിൾ ആണ്. ആ രീതി തന്നെ പഠിക്കാം. ഓക്കെ, ഈ 9th വണ്ണില് അഡ്ജക്റ്റീവ് ആയിട്ട് ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ സിംഗുലർ ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ഈച്ച് ഗേൾ വർക്ക്സ് ഹാർഡ്. അവിടെ ഈച്ച് എന്ന് പറയുന്ന ഒരു അഡ്ജക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അതൊരു അഡ്ജക്റ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് യൂസ് ചെയ്യേണ്ടത്? സിംഗുലർ വേർബ് തന്നെയാണ്. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ഓക്കെ, 9th വണ്ണില് കണ്ട നോട്ട് ചെയ്യാം. It's to be noted that when each, every, either and neither are used adjectively, they take a singular nouns and singular verbs. Okay, clear? Adjectively ആണ് യൂസ് ചെയ്യുന്നത്. സിംഗുലർ നൗൺ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഒരു അഡ്ജക്റ്റീവ് ആയിട്ട് ഈ പറയുന്ന ഈച്ചും എവ്രിയും ഐദർ ഒക്കെ വരാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സിംഗുലർ വേർബ് ആയിരിക്കും. ഓക്കെ, അപ്പൊ 9ഉം 10ഉം ക്ലിയർ ആണോ? 8, 9, 10 ഇത് മൂന്നും ക്ലിയർ ആയോ? നോട്ട് കംപ്ലീറ്റ് ആവുമെന്ന് പറയണേ. ജസ്റ്റ് ടെക്സ്റ്റ് ചെയ്താൽ മതി കേട്ടോ. ഡൗട്ട്സ് ചോദിക്കാം. കംപ്ലീറ്റ് ആയോ? എഴുതി കഴിഞ്ഞോ? പെട്ടെന്ന് എഴുതട്ടോ, ഒട്ടും ടൈമില്ല. പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാം. ക്ലിയർ ആണോ? മനസ്സിലായോ? റെസ്പോണ്ട് ചെയ്യാതെ റെസ്പോണ്ട് ചെയ്യൂ. എന്ത് ഡൗട്ട്സ് നീ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഡൗട്ട്സ് വെച്ചോണ്ടിരിക്കണ്ട. മിസ് സ്പീഡ് ഇത്തിരി കൂടുതലായതുകൊണ്ട് ഒരു ഇതുണ്ട് ഞങ്ങക്ക്. അപ്പൊ ഒന്നുകൂടി പറഞ്ഞുതരോ? 8, 9, 10 ഒന്നുകൂടെ. 8 ഇപ്പോ നമ്മള് ഈ എക്സാമ്പിൾ നോക്കിയിരുന്നത് എ ഗ്രേറ്റ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഈ സെന്റൻസ് കാണുമ്പോൾ നമുക്ക് അറിയാം അതെന്താണ്? പ്ലൂറൽ ആണ്. എ ഗ്രേറ്റ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് അല്ലെ, ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. സോ നമ്മൾ എന്ത് വേർബ് ആയിരിക്കും അവിടെ യൂസ് ചെയ്യാം? നോർമലി നമ്മൾ ഈ കോൺകേർഡ് ബേസ് പറയാതെ തന്നെ നമ്മൾ നോർമലി ഏത് വേർബ് ആയിരിക്കും യൂസ് ചെയ്യാം? കാണുമ്പോൾ തന്നെ പ്ലൂറൽ ആണ് അല്ലെ, പ്ലൂറൽ വേർബ് യൂസ് ചെയ്യും. എ ഗ്രേറ്റ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ എ ലാർജ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ എ ലാർജ് ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ്. അപ്പം അറിയാം അത് ഗ്രൂപ്പ് ആണ്, ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് അല്ലെ. അപ്പോ അതെന്താണ്? ഓൾറെഡി പ്ലൂറൽ ആണ്. സോ നമ്മൾ പ്ലൂറൽ വേർബ് യൂസ് ചെയ്യുന്നു. ഓക്കെ, അത് ശരിക്കും പറയുകയാണെങ്കിൽ ആ നമ്പറിന്റെ ബേസിലാണ്.
ഓക്കെ, ക്ലിയർ ആണോ? ദാറ്റ്സ് ഓൾ. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി വൺ ഓഫ് എന്ന് അറിയാം. ഇപ്പോ നിങ്ങളുടെ ക്ലാസ്സില് വൺ ഓഫ് എ സ്റ്റുഡന്റ് ഇസ് വെരി ആക്റ്റീവ് എന്ന് പറയുകയാണെങ്കിൽ വൺ ഓഫ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ വൺ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുകയാണെങ്കിൽ അത്രയും കുട്ടികൾ ഒരാളെ ആക്റ്റീവ് ആണെന്ന് ഞാൻ പറയുന്നത്. കാരണം വൺ ഓഫ് യൂസ് ചെയ്തിട്ട് അതിന്റെ കൂടെ നമ്മൾ വരുന്നത് പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. മനസ്സിലായോ? പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. ഇപ്പൊ ജയദേവ് സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മറ്റേ സാറ് നിങ്ങളെ എന്താണ് ഒരു ഫൗണ്ടേഴ്സ് ആണ്. ഈസ് വൺ ഓഫ് ദ ഫൗണ്ടേഴ്സിൽ ഒരാളാണ് ആര്? ജയദേവ് സാർ എന്ന് പറയുന്നത്. അപ്പൊ വൺ ഓഫ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ കൂടെ നമ്മൾ പ്ലൂറൽ സബ്ജക്റ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്ത് വരും ഇവിടെ? സിംഗുലർ നൗൺ വരാം. കാരണം കൂടുതൽ ആളുകൾ ഒരാൾ, നമ്മൾ ഇവിടെ പറയുന്ന ഒരാളെ കുറിച്ചാണ്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഇവിടെ സിംഗുലർ വേർബ് ആയിരിക്കും വരാം. ഒരാളെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, അതിൽ തന്നെ ജസ്റ്റ് നോട്ട് ചെയ്യാൻ വേണ്ടി തന്നെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ട്, കൺഫ്യൂഷൻ ആകണ്ടത്. ഈച്ച്, എവറി, ഐദർ, നൈദർ അത് ഒരു അഡ്ജക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്താലും അത് ഒരാളെ കുറിച്ച് തന്നെയാ പറയാം. അത് അവിടെയും സിംഗുലർ വേർബാണ് യൂസ് ചെയ്യാം. ഈച്ച് ഗേൾ വർക്ക്സ് ഹാർഡ്. അവിടെ ഈച്ചിന്റെ കൂടെ നമ്മൾ ഗേൾസ് എന്ന് പറഞ്ഞില്ല. കാരണം അത് ഗേളിനെ അഡ്ജക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്തതാണ്. മനസ്സിലായോ? ഈച്ച് ഗേൾ, ഓരോ പെൺകുട്ടിയും ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോഴും അവിടെ വന്നിരിക്കുന്നത് സിംഗുലർ വേർബാണ്. ഓരോ പെൺകുട്ടിയും. അവിടെ ഓരോ എന്ന് പറയുന്നത്, ഓരോ പെൺകുട്ടി എന്ന് പറയുന്നത് അവിടെ അഡ്ജക്റ്റീവ്, പെൺകുട്ടികൾ അഡ്ജക്റ്റീവ് ആയിട്ടാണ് യൂസ് ചെയ്തത്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് സിംഗുലർ വേർബാണ് യൂസ് ചെയ്യാം. ഓക്കെ, ഒരുപാട് നിങ്ങൾ ആലോചിച്ച് ഇതാക്കണ്ട, ജസ്റ്റ് നോർമൽ ആയിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ. ഓക്കെ, എവറി സ്കൂൾ ഹാസ് എ ലൈബ്രറി. എല്ലാ സ്കൂളിലും ലൈബ്രറി ഉണ്ട്. അതൊരു അഡ്ജക്റ്റീവ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? അതുകൊണ്ടാണ് അവിടെ ഹാസ് വന്നത്. ഓക്കെ, അത് എവറി സ്കൂൾ ഹാസ് എ ലൈബ്രറി എന്ന് പറയുമ്പോൾ ഓരോ സ്കൂളിലും ലൈബ്രറി ഉണ്ട്. മനസ്സിലായോ? ഓക്കെ, ക്ലിയർ ആണോ? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഓരോന്നും, ഒരുപാട്, ഒരാള് എന്ന് പറയുമ്പോൾ ഒരാളെ കുറിച്ച് പറയുന്നത് കൊണ്ട് സിംഗുലർ വേർബ് യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ എവറി, ഈച്ചും ഇതൊക്കെ ഒരു അഡ്ജക്റ്റീവ് ആയിട്ട്, സബ്ജക്റ്റിന്റെ കൂടെ അഡ്ജക്റ്റീവ് ആയിട്ടാണ് വന്നിരിക്കുന്നെങ്കിൽ അവിടെയും സിംഗുലർ വേർബ് യൂസ് ചെയ്യുന്നു. ദാറ്റ്സ് ഓൾ. ക്ലിയർ? ഇനി നൺ ഓഫിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. വെൻ നൺ ഓഫ് ഈസ് ഫോളോഡ് ബൈ പ്ലൂറൽ നൗൺ. നൺ ഓഫ് ഫോളോ ചെയ്യുന്ന പ്ലൂറൽ നൗണിനാണെങ്കിൽ നമുക്ക് സിംഗുലർ വേർബോ പ്ലൂറൽ വേർബോ യൂസ് ചെയ്യാം. തെറ്റൊന്നും. അത്രേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ? എക്സാമിനെ ഓർത്ത് പേടിക്കരുത് കേട്ടോ. എക്സാമിന് ഞാൻ പറഞ്ഞുതരും ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ്, ഏതൊക്കെ നിങ്ങൾ പഠിക്കണം. ആ ഒരു ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട. അതെ, ഓക്കെ, ആ ടെൻഷൻ മാറ്റി വെച്ചിട്ട് നിങ്ങൾ ക്ലാസ് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക, മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, ക്ലിയർ ആണോ? അല്ല, കൺഫ്യൂഷൻ മൊത്തം കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ് അല്ലേ? അതവിടെ നിൽക്കട്ടെ, പറഞ്ഞുതരാം ഞാൻ. ഓക്കെ, ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഇമ്പോർട്ടൻസിനെ കുറിച്ച്, എക്സാമിൽ ബേസ് ചെയ്ത ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുമ്പോ ഞാനിത് കുറച്ച് ക്ലിയർ ചെയ്തരാം കേട്ടോ. ഓക്കെ, മിസ് 11, 13 ഞാനായിരുന്നു. പക്ഷെ ഞാനിന്ന് പ്രിപ്പയർഡ് അല്ല, അതുകൊണ്ട് സോറി. കുഴപ്പമില്ല. ബാക്കി എല്ലാവരും പ്രിപ്പയർഡ് ആണോ? പറയൂ. ആരൊക്കെ ഉണ്ടായിരുന്നു? എനിക്ക് ഓർമ്മയില്ല. ആരൊക്കെ ക്യൂ ഉണ്ടായിരുന്നു? ടീന ഉണ്ടായിരുന്നു. പിന്നെ ആരായിരുന്നു? ആരില്ലല്ലോ ക്ലാസ്സില്. എല്ലാരും പോയോ? മിരിയ, രഞ്ജിനി, ടീന, സനില, ഞങ്ങൾ 4 പേരായിരുന്നു. ട്രൈ ചെയ്യാം മാം, ട്രൈ ചെയ്യാം. ബാക്കി ആരുമില്ല. മിരിയില്ല, രഞ്ജിനി ഇല്ല, ആരുമില്ല. അതെവിടെ പോയി? ഈ ആഴ്ചയുടെ ക്ലാസ് ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ 11th one, when a lot of, most of, some of, the greater part of is followed by a plural noun. A lot of, most of എന്നൊക്കെ പറഞ്ഞ് a lot of books, ഒരുപാട് ബുക്സ് ഉണ്ട്. നമ്മൾ എന്ത് യൂസ് ചെയ്യും? നോർമലി നമ്മൾ പ്ലൂറൽ വേർബ് യൂസ് ചെയ്യും അല്ലെ? അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ ലോട്ട് ഓഫ്, മോസ്റ്റ് ഓഫ്, സം ഓഫ്, ദ ഗ്രേറ്റർ പാർട്ട് ഓഫിന്റെ കൂടെ പ്ലസ് പ്ലൂറൽ സബ്ജക്റ്റ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം?
പ്ലൂരൽ വെർബ് യൂസ് ചെയ്യണം. ഓക്കെ, നോട്ട് എഴുതി വെക്കൂ. A lot of, most of, some of, the greater part of, plus plural subject ആണെങ്കിൽ ഇവിടെ പ്ലൂരൽ വെർബ് യൂസ് ചെയ്യണം. ഓക്കെ, അൺകൗണ്ടബിളിന്റെ കൂടെയാണ് ഈ പറയുന്നതൊക്കെ യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ സിംഗുലർ വെർബ് ആണ് യൂസ് ചെയ്യുക കേട്ടോ. ഓക്കെ, a lot of money, കേട്ടോ, a lot of money was spent on lottery tickets. അവിടെ a lot of ന്റെ കൂടെ വന്നിരിക്കുന്നത് മണി എന്ന് പറയുന്ന അൺകൗണ്ടബിൾ നൗൺ ആയതുകൊണ്ടാണ് was യൂസ് ചെയ്തത്. ഓക്കെ, most of the wheat seems good, കണ്ടോ, most of the wheat അൺകൗണ്ടബിൾ നൗൺ ആയതുകൊണ്ട് seem അല്ല seems യൂസ് ചെയ്തു, സിംഗുലർ വെർബ് യൂസ് ചെയ്തു. ഓക്കെ, ക്ലിയർ? നാളെ 10:30 എന്റെ ക്ലാസ് ആയിരിക്കും കേട്ടോ. ഓക്കെ, നാളെ മോർണിംഗ് എന്റെ ക്ലാസ് ആയിരിക്കും. എനിക്ക് തോന്നുന്നു 2:30 HDMSന്റെ ക്ലാസ് ഉണ്ട് കേട്ടോ എന്ന് തോന്നുന്നുണ്ട്. ഇൻഫർമേഷൻ വരും. 11 ഓക്കെ ആണോ? മനസ്സിലായോ? ലോട്ട് ഓഫ്, മോസ്റ്റ് ഓഫ്, സം ഓഫ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ അറിയാലോ ഒരുപാടുണ്ട്, പ്ലൂറൽ ആണ്. ഇനി ആ ഒരുപാടുള്ളതിന്റെ കൂടെ നമ്മൾ അൺകൗണ്ടബിൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താണ്, സിംഗുലർ വെർബ് യൂസ് ചെയ്യും. നമ്മൾ ആ രീതി ഈസി ആയിട്ട് പഠിക്കൂ. നിങ്ങൾ ഒരുപാട് ഇങ്ങനെ ആലോചിക്കല്ലേ, ഈസി ആയിട്ട് ട്രിക്കിലൂടെ പഠിക്കൂ. ഓക്കെ, അല്ലാതെ വേറെ വഴിയില്ല ഇവിടെ, ഇത് തന്നെ പഠിച്ചാലേ പറ്റൂ. ഇനി നമ്മള് മണി അല്ലെങ്കിൽ ഡിസ്റ്റൻസ്, വെയിറ്റ്, കിലോമീറ്റേഴ്സ് ഇതൊക്കെയാണ് പറയുന്നെങ്കിൽ അവിടെ സിംഗുലർ വെർബ് ആയിരിക്കും വരാം. 100 rupee, 100 rupees എന്ന് പറയുമ്പോൾ അതെന്താണ്, ഇവിടെ സിംഗുലർ സബ്ജക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക, സോറി സിംഗുലർ വെർബ് ആണ് യൂസ് ചെയ്യുക. 100 rupees ഈസ് നോട്ട്, ഈസ് വന്നു കാരണം അത് മണി ആയതുകൊണ്ട്. Then 8 hours of work, 8 hours of work is compulsory. hours അവിടെ എന്താണ്, ടൈം വന്നു, ടൈം വന്നാൽ എന്താണ്, സിംഗുലർ വെർബ് ആയിട്ട് യൂസ് ചെയ്യാം. Then 50 kilometers is, കണ്ടോ, 50 kilometers is, കാരണം കിലോമീറ്റേഴ്സ് ആയതുകൊണ്ട് അവിടെ സിംഗുലർ വെർബ് വന്നു. 5 kilos of vegetables, അവിടെയും ഹാസ് ആണ് യൂസ് ചെയ്തത് കാരണം അത് റൂളാണ്. When words referring to money, distance, weight, then time, kilometers, etc. അല്ലെ, are taken as a unit, ഒരു യൂണിറ്റ് ആണല്ലോ. സോ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സിംഗുലർ വെർബ് ആണ് യൂസ് ചെയ്യേണ്ടത്. ക്ലിയർ? ഇനി അങ്ങോട്ടുള്ളതെല്ലാരും ആ റൂൾസിന്റെ ബേസിൽ മാത്രം പഠിക്കാം കേട്ടോ. ഈ 12th വൺ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇതിന് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഇല്ല. കഴിഞ്ഞോ? ഇത് ഞാൻ കോൺവെർട്ട് എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വായിക്കാൻ കുറച്ച് ടൈം തരാം. വായിക്കാനല്ല, നമുക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മൊത്തം ഒന്ന് വായിച്ചു നോക്കാം. എന്നിട്ട് ഏതെങ്കിലും കോൺവെർട്ട് നിങ്ങൾക്ക് മനസ്സിലാവാത്തുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. നാളെയോ മറ്റന്നാളോ ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കാം. ഓക്കെ, കാരണം ഞാൻ ക്ലാസ് എടുക്കുമ്പോഴും നിങ്ങൾ വായിച്ചതിന് ശേഷം നിങ്ങൾ സ്വയം വായിക്കണം. കുറച്ചുകൂടെ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഞാൻ പറയുന്നത് കേട്ടിരുന്നാൽ മാത്രം പോരാ കേട്ടോ, അത് വായിച്ചതൊക്കെ മീനിങ് മനസ്സിലാവുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും. എന്നിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് ചോദിക്കും. ഓക്കെ,
Then 13th one, okay. There is a boy in the class. There നമ്മുടെ സിംഗുലർ സബ്ജക്റ്റിന് കൂടെ പ്ലൂറൽ സബ്ജക്റ്റിന് കൂടെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. There are some boys. അത് ആ നമ്പേഴ്സിനെ ബേസ് ചെയ്തിരിക്കും അല്ലെ. There is a cat. ഒരു cat ഉണ്ട്. ആ നമ്പറിനെ ബേസ് ആണ് നമ്മൾ there കൂടെ ഈസ് വേണോ ആർ വേണോ യൂസ് ചെയ്യണം നമ്മൾ ഡിസൈഡ് ചെയ്യും അല്ലെ. ഒരുപാട് കാറ്റ്സ് ഉണ്ടെങ്കിൽ there are some cats എന്ന് പറയും. There are a lot of cats എന്ന് പറയും. മനസ്സിലായോ? നമ്പറിനെ ബേസ് ചെയ്തിട്ടാണ് ദേറിന്റെ കൂടെ ഈസ് വേണോ ആർ വേണോ അല്ലെങ്കിൽ ദേറിന്റെ കൂടെ സിംഗുലർ വെർബ് വേണോ പ്ലൂറൽ വെർബ് വേണോ നമുക്ക് തീരുമാനിക്കാം. മനസ്സിലായോ? There takes a singular or plural verb according to the number of the real subjects. Okay, സബ്ജക്റ്റിന്റെ നമ്പറിനെ ബേസ് ചെയ്തിട്ടാണ് ദേറിന്റെ കൂടെ സിംഗുലർ വേണോ പ്ലൂറൽ വേണോ എന്ന് ഡിസൈഡ്. ഇത് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്, നമ്മൾ ഓൾറെഡി യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്, പറയുന്ന കാര്യങ്ങളാണ്. പക്ഷെ അത് കോൺകേർഡിനെ ബേസ് ചെയ്ത് പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നു. അതെന്തുകൊണ്ടാണ്? അറിയുന്നോ അല്ലേ? ഇതൊക്കെ നമ്മള് കോൺകേർഡ് ആണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇത്രയും നാൾ നമ്മൾ യൂസ് ചെയ്തേ അല്ലല്ലോ. അത്രയേ ഉള്ളൂ. സിമ്പിൾ ആണ്, എല്ലാം സിമ്പിൾ ആണ്. ആ രീതിയിൽ നമുക്കിതെല്ലാം അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഇത് കോൺകേർഡിനെ ബേസ് ചെയ്ത് റൂളായിട്ടൊക്കെ പറയുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ മാത്രമാണ് ഉള്ളത് കേട്ടോ. ഓക്കെ അല്ലേ? 12, 13 ഓക്കെ ആണോ? And the next one is 14th one. Nouns such as. മാം 14, 15, 16 ആണ് എനിക്ക് തന്നത്. ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. ടീന ഓക്കെ ആണോ? റെഡിയാണോ? ഞാൻ ട്രൈ ചെയ്യാം മാം. ഞാൻ എന്തെങ്കിലും പറയുന്നതിൽ കുറവുണ്ടെങ്കിൽ മാം ഒന്ന് ഹെൽപ്പ് ചെയ്തായിരുന്നേ. ഓക്കെ, ഒരു മിനിറ്റ്. 16 വരെയും എത്ര എണ്ണമായിരുന്നു? 14, 15 and 16. 16. 17 മുതൽ ആർക്കായിരുന്നു? 17 മിറിയ ആയിരുന്നു. മിരിയ. മിരിയ. ഓക്കെ. അപ്പൊ ടീന എടുത്തോളൂ കേട്ടോ. ഓക്കെ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമ്മൾ നെക്സ്റ്റ് കോൺകോർഡ് കുറച്ചധികം വേർഡ്സ് ഉണ്ട്. ആ വേർഡ്സ് നമുക്കൊന്ന് ആദ്യം റീഡ് ചെയ്ത് നോക്കാം. അതൊന്ന് പിക്ചറൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം കേട്ടോ. നൗൺസ് ആണ്, പേരുകളാണ്. നൗൺസ് സച്ച് ആസ് ആരിയേഴ്സ്. ആരിയേഴ്സ് നമുക്കറിയാം, ഡെറ്റ്, കടം, കുടിശ്ശിക അങ്ങനെയൊക്കെ പറയും. ബൈനോക്കുലേഴ്സ് നമുക്കറിയാം. ബൈനോക്കുലേഴ്സിന് എത്ര കണ്ണുണ്ട്? 2 അല്ലെ. ഇനി ക്ലോത്ത്സ്, കൺഗ്രാറ്റുലേഷൻസ്, സല്യൂട്ടേഷൻസ് ആണ്, വിഷസ് ആണ്. ഇനി ഡാമേജസ്. ഡാമേജ് ഒരു അപകടം, ഒരു നാശനഷ്ടം എന്നല്ല, ഒത്തിരി നാശനഷ്ടങ്ങൾ. ഏർണിങ്സ് നമ്മൾ ഏൺ ചെയ്യുന്നത്, സമ്പാദിക്കുന്നത്. അതിൽ ഒരു രൂപയല്ലല്ലോ നമുക്ക് സമ്പാദിക്കുക, അതൊരു സമ്പാദ്യമാണ്. പക്ഷെ നമ്മൾ കുറച്ച് അധികം രൂപകൾ സമ്പാദിക്കുന്നെന്ന് മനസ്സിൽ കൊണ്ടുവന്ന് നോക്കുക. ഗ്ലാസസ്, അത് നമ്മൾ വെക്കുന്ന കണ്ണട, അതിനെത്ര കണ്ണുണ്ട്? ഇനി ഗുഡ്സ് എന്ന് പറയുന്നത് സാധനങ്ങൾ, ഗുഡ്സ് ആണ്. നമ്മൾ ഇപ്പോൾ ഒരു ഗുഡ്സ് കൊണ്ടുവരുന്ന ഒരു ട്രെയിൻ ആലോചിക്കുക. ഇനി ജീൻസിന് എത്ര കാലുകളുണ്ട്? പാൻറ്റിന്, ജീൻസ് അതൊരു ക്ലോത്ത് ടൈപ്പ്, പാൻറ്റ് നമുക്കറിയാം 2 കാല് വെച്ചുണ്ട്. പെർട്ടിക്കുലേഴ്സ് സാധനങ്ങൾ. പ്ലയേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ എന്താ വരിക? പ്ലയേഴ്സ് അതായത് നമ്മൾ എന്താ പറയാ, നമുക്കറിയില്ലേ പ്ലയർ, ഈ ചവണ എന്നൊക്കെ പറയില്ലേ, അതിന് 2 സംഭവങ്ങൾ ഉണ്ടെങ്കിലാണ് നമുക്കത് പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ പ്രോമിസസ്, അതായത് പ്രെമിസസ് ആണോ മാം? അത് പ്രോമിസസ് ആണോ പ്രെമിസസ് ആണെന്ന് തോന്നുന്നു മാം. അത് അല്ലെ, PREMISSES ആണെന്ന് തോന്നുന്നു. അതായത് അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുമ്പോൾ അത് അതാണെന്ന് തോന്നുന്നു. ബിൽഡിങ്ങും അതിന്റെ ചുറ്റുപാട്. ഇനി പൈജാമാസ്, അഗെയിൻ 2 കാലുള്ള പാൻറ്. റിഗാർഡ്സ്, നമ്മുടെ പറയില്ലേ എന്താ, അന്വേഷണങ്ങൾ. അന്വേഷണങ്ങൾ കുറെ പേർക്കുണ്ട്. ഇനി റിച്ചസ്, നമ്മൾ അനുഷ്ഠിക്കുന്ന കാര്യങ്ങൾ, കൾച്ചറായിട്ട് റിലേറ്റ് ചെയ്ത് പോകുന്ന കാര്യങ്ങൾ. സേവിങ്സ്, സമ്പാദ്യങ്ങൾ. അതിൽ 1 രൂപ മാത്രമല്ലല്ലോ, നമ്മൾ ഒത്തിരി, ഒരു 100 രൂപ നമ്മൾ സേവ് ചെയ്തു എന്ന് വിചാരിക്കുക, അപ്പൊ എണ്ണം ഉണ്ട് കേട്ടോ. ഇനി സിസേഴ്സിന് എത്ര പാർട്ട് ഉണ്ട്? ഫ്രണ്ടിലും ബാക്കിലും 2 പാർട്ട് വെച്ചുണ്ട്. ഇനി ഷോർട്സ്, ചെറിയ ഷോർട്സുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ, നീളം കുറഞ്ഞിട്ടുള്ള ഷോർട്സ്. ഇനി സ്പെക്ടോർസ്, കണ്ണട തന്നെ, അതിനും 2 കണ്ണ്. സറൗണ്ടിങ്സ്, ചുറ്റുപാടുകൾ.
താങ്ക്സ് അത് മതി ഇപ്പൊ ഒരു വിഷസ് നമ്മൾ പറയാണ്. അതിൽ ഒത്തിരി നന്ദി അർപ്പിക്കുന്നു. ഒരു നന്ദിയല്ല, ഒത്തിരി പേർക്ക് നന്ദി അർപ്പിക്കുന്നു എന്ന് വിചാരിക്കുക. ഇനി ട്രൗസേഴ്സ് അതുപോലെ 2 കാലം. വാല്യുബിൾസ് നമുക്ക് വാല്യുബിൾ ആയിട്ടുള്ള ഒരു പ്രഷ്യസ് ആയിട്ടുള്ള ഒരു പേന മാത്രമായിരിക്കില്ല നമുക്ക് ഗിഫ്റ്റ് ചെയ്ത് ഒത്തിരി വാല്യുബിൾ ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. ഇതെല്ലാം പ്ലൂറൽ. ഇതിനെല്ലാം നമ്മൾ പ്ലൂറൽ ആയിട്ട് കണക്കാക്കുകയാണ്. കാര്യം ഒരു പാന്റ് എന്ന് പറഞ്ഞാൽ അതിന് 2 കാലുണ്ട്. പൈജാമ എന്ന് പറഞ്ഞാലും 2 കാലുണ്ട്. കണ്ണടയ്ക്ക് രണ്ട് ലെൻസസ് ഉണ്ട്. അത് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാം. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ പ്ലൂറലാണ് എടുക്കുന്നത്. പ്ലൂറൽ വേർബാണ് എടുക്കുന്നത്. നമുക്കറിയാം കോൺകേർഡ് എന്ന് പറയുന്നത് സബ്ജക്റ്റിന്റെയും വേർബിന്റെയും ഒരു അഗ്രിമെന്റ് ആണ്. സബ്ജക്റ്റ് പ്ലൂറൽ ആകുമ്പോൾ വേർബും പ്ലൂറൽ ആയിരിക്കണം. സബ്ജക്ട് സിംഗുലർ ആകുമ്പോൾ വേർബും സിംഗുലർ ആയിരിക്കണം. അത് ഈസ് ആം ആർ ആയാലും നമ്മൾ ആഡ് ചെയ്യുന്ന SES സംഭവങ്ങളായാലും അത് സിംഗുലർ ഫോമിലേക്ക് നമ്മൾ ആക്കണം. അപ്പോൾ ഫസ്റ്റ് ഇതിൽ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് പാർട്ട് ഓക്കെ ആയോ? നമ്മൾ വായിച്ച ഈ വേർഡ്സ് മനസ്സിൽ കൊണ്ടുവന്നിട്ട് അതിനെല്ലാം ഒരു പ്ലൂറൽ ഫോമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യാം. എന്താ പറയാ, ബൈനോക്കുലേഴ്സ് എടുത്തു, അതിന് 2 ലെൻസസ് ഉണ്ട്. ക്ലോത്ത്സ് ടൈപ്പിലെ പൈജാമ, ജീൻസ്, അങ്ങനെയുള്ള നമ്മൾ ബോട്ടം ആയിട്ട് ഉപയോഗിക്കുന്ന എല്ലാം. സ്കേർട്ടിന് സ്കിപ്പ് ചെയ്യുക, ബാക്കി എല്ലാ സംഭവങ്ങളും നമ്മൾ 2 എണ്ണമായിട്ട് കണക്കാക്കിയെടുക്കാം. അപ്പൊ നമുക്ക് അറിയാം ആ സബ്ജക്റ്റ് പ്ലൂറലായി. അപ്പോൾ ഡെഫിനറ്റ്ലി അതിന് പ്ലൂറൽ വേർബ് തന്നെ യൂസ് ചെയ്യണം. അത് ഞാനിവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ദീസ് സിസേഴ്സ് ആർ ബ്ലണ്ട്. അതായത് ഈ സിസേഴ്സിന് മൂർച്ചയില്ലാത്ത സിസേഴ്സ് ആണ്. അതൊരു ഒറ്റ സിസർ അവിടെ ഇരിക്കുന്നുണ്ട്. നമ്മൾ സിസേഴ്സ് എന്ന് പറയുന്നതും ഹാൻഡ്സ് എന്ന് പറയുന്നതും എല്ലാം നമ്മൾ പ്ലൂറൽ ആയിട്ട് എടുക്കണം. ഇനി അതിനൊരു വേറൊരു റൂളും കൂടെ അവിടെ പറയുന്നത് എന്താണ്? when a pair of എന്ന് പറഞ്ഞ വാക്കൊന്ന് നമുക്ക് സർക്കിൾ ചെയ്തിടാം. അപ്പൊ ഇവിടെ ഫസ്റ്റിൽ നമ്മൾ ജസ്റ്റ് ആ നൗൺ സിസേഴ്സ്, ഹാൻഡ്സ്, പൈജാമാസ് അങ്ങനെയുള്ളൂ. അപ്പോൾ ഡെഫിനറ്റ്ലി അതിന് പ്ലൂറൽ ആയിട്ട് നമ്മൾ എടുക്കുന്നു. സെക്കൻഡ് റൂള് പറയുന്നത് പെയർ ഓഫ് എന്ന് പറയുന്ന ഒരു വേർഡ് നമ്മൾ അതിൽ ഇൻഫ്രണ്ട് യൂസ് ചെയ്തിട്ട് തുടക്കത്തിൽ യൂസ് ചെയ്തു, അല്ലെങ്കിൽ ആ ഒരു വേർഡ് കണ്ട ഡെഫിനറ്റ്ലി അത് എന്തായിട്ട് നമ്മൾ എടുക്കണം? സിംഗുലർ ആയിട്ട് നമ്മൾ എടുക്കണം. സിംഗുലർ ആയതിന്റെ കാരണം അത് പെയർ ഓഫ് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ പെയർ ഓഫ് ഇസ് യൂസ്ഡ് ബിഫോർ സം ഓഫ് ദ അബവ് നൗൺസ്. അതിൽ എല്ലാ നൗൺസിനും അല്ല, ചില നൗൺസുകളിൽ നമ്മൾ ഈ പെയർ ഓഫ് വെച്ച് യൂസ് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ സിംഗുലർ വേർബായിട്ട് നമ്മൾ അതിനെ യൂസ് ചെയ്ത് അതിന്റെ സബ്ജക്ട് വെർബ് അഗ്രിമെന്റിൽ സിംഗുലർ വേർബാണ് വരുന്നത്. made of 2 equal parts such as sisters, stands, the verb must be singular. അപ്പോൾ കുറച്ച് നൗൺസ് ആണെന്ന് പറഞ്ഞു. ആ നൗൺസ് ഏതൊക്കെയാണ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മയിൽ കൊണ്ടുവരാൻ നോക്കിയാൽ, കണ്ണട, നമ്മൾ വെക്കുന്ന കണ്ണട, അത് ഒരു സൈസ് ചെറുത് ഒരു സൈസ് വലുതല്ല, രണ്ടും ഈക്വലി ആവണം അല്ലെ. സ്റ്റാൻഡ്, ഒരെണ്ണം ഇറക്കം കുറഞ്ഞ് ഒരെണ്ണം കയറി ഇറങ്ങിയിരിക്കാനും പറ്റില്ല, അതും ഈക്വൽ ആവണം അല്ലെ. അങ്ങനെയുള്ള ഈക്വലി പാർട്സ് ഷെയർ ചെയ്യുന്ന നൗൺസ് അതിൽ നമ്മൾ എ പെയർ ഓഫ് വെച്ച് എടുക്കുമ്പോൾ അത് പ്ലൂറൽ ആയിട്ട് എടുക്കണം. 14th വൺ മനസ്സിലായോ? കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ പറ്റിയോ? ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ചധികം നൗൺസ് അതിൽ പറഞ്ഞു. അതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ നൗൺസും ജസ്റ്റ് യൂസ് ചെയ്ത് ഉള്ള സെന്റൻസ് ആണെന്നുണ്ടെങ്കിൽ അത് പ്ലൂറൽ ആയിട്ട് എടുക്കുന്നു, വേർബ് പ്ലൂറൽ ആയിട്ട് എടുക്കുന്നു. ഇനി അതിൽ കുറച്ച് നൗൺസ്, ആ നൗൺസ് നമ്മൾ ഓർക്കുക, എന്താ പറയാ, എല്ലാം ഒരുപോലെ. കണ്ണട ഓർക്കുക, നമ്മൾ പാന്റ് ഓർക്കുക, പെട്ടെന്ന് ഓർമ്മയില്ല. അപ്പൊ പാന്റിന്റെ പല ഫോംസ് ഉണ്ടല്ലോ, പൈജാമയുണ്ട്, ഷോർട്സ് ഉണ്ട്, അങ്ങനെ ആകട്ടെ. അപ്പൊ അതൊക്കെ ഇങ്ങനെ ഫാഷനബിൾ അല്ലെങ്കിൽ നമുക്കത് അതിന്റെ ലെവൽസ് മാറിക്കിടന്നാല് നമുക്കത് പെയർ ഓഫ് എന്നൊരു വേർഡും കൂടെ അതിന്റെ ഒപ്പം വെച്ചാൽ അത് പ്ലൂറലായി. അത്രയേ ഉള്ളൂ. അത്രയും ജസ്റ്റ് നമുക്ക് ആലോചിച്ച് വയ്ക്കാം എളുപ്പത്തിനാട്ടാ. ഇനി 15th വൺ, അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. നൗൺ സച്ച് ആസ് ബാരക്സ്. ബാരക്സ് എന്ന് പറയുമ്പം അതായത് ഈ നമ്മൾ കോട്ടേജ് എന്നൊക്കെ പറയില്ലേ, കോട്ടേജ്. പക്ഷെ ഇത് സ്പെഷ്യൽ ആണ്, കാര്യം സോൾജിയേഴ്സ് ഒക്കെ താമസിക്കുന്നതിനാണ് ബാരക്സ് എന്ന് പറയുക. ക്രോസ് റോഡ്, 2 വഴികള് അടുത്തതാണ്, 2 വഴികള് കൂടിച്ചേരുന്ന ജംഗ്ഷൻ എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ 2 വഴികൾ കൂടിച്ചേരുന്ന, അതാണ് ക്രോസ് റോഡ്. അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നു, ക്രോസ് ചെയ്യുന്ന റോഡ്. ഇനി ഗാലവേഴ്സ്, അതെന്താ വെച്ചാല്
അതായത് തൂക്ക് മരമാണ് പറയുന്നത്. തൂക്കി കൊല്ലാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഗാലം, അതാണ് തൂക്കുമരം. ഹെഡ് ക്വാർട്ടേഴ്സ് നമുക്കറിയാം. ഇന്നിങ്സ് കുഞ്ഞു കുഞ്ഞു വീടുകള്. ദെൻ മീൻസ്, ഇറ്റ് മീൻസ് നമ്മൾ പറയല്ലോ. ഇറ്റ് മീൻസ് ഇത് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ വഴികള്, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ മാർഗം, അതൊക്കെ അതിനകത്ത് പെടും. സീരീസ് നമുക്കറിയാം, വെബ് സീരീസ് അറിയാം, ഒരു സീരിയൽ ഫോർ എക്സാമ്പിൾ സീരീസ്. ഇനി സീരീസ് ലൈറ്റ് ഉണ്ട് അല്ലെ, ഒറ്റ അതല്ല, അത് ഒരു കണക്ഷനിൽ ഇങ്ങനെ ഒത്തിരി കണക്ട് ചെയ്ത് പോകുന്നതാണ് സീരീസ്. ഒരു സബ്ജക്റ്റിന് അല്ലെങ്കിൽ ഒരു കാര്യത്തിനെ കുറിച്ച് കണക്ട് ചെയ്ത് പോകുന്നത്. സ്പീഷീസ് അത് നമുക്കറിയാം. സ്പീഷീസ് മലയാളം എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. ഇനി വർക്ക്സ്, ഫാക്ടറീസിലെ വർക്കുകൾ, ജോലികൾ. ആൻഡ്സ് എന്ന് പറയുന്നത് എന്താ പറയാ, ഭിക്ഷ എന്ന് പറയില്ലേ, ആൻഡ്. ഭിക്ഷ നമ്മളിപ്പോ ഒരു നമ്മള് ഭക്ഷണം കൊടുക്കാൻ നോക്കി, ഒരു അരിമണി അല്ലല്ലോ കൊടുക്കുക, കുറച്ചധികം കൊടുക്കില്ലേ. ഇനി ഒറ്റ എന്ന അത് നമുക്ക് എത്ര കൊടുത്താലും നമ്മളത് ഭിക്ഷ കൊടുത്തു എന്നാണ്. പൈസ കൊടുത്താലും നമ്മൾ ആ പൈസ എണ്ണി നോക്കുകയല്ല, പക്ഷെ അതും നമ്മുടെ മനസ്സിലുണ്ട്. ഇപ്പൊ 10 രൂപ കൊടുത്ത് നമ്മൾ 10 രൂപ കൊടുത്തു എന്നുണ്ട്, പക്ഷെ നമ്മുടെ മനസ്സിൽ ആ ആൾക്കാർ എന്താ, അത് 10 രൂപയാണെങ്കിൽ അതൊരു ഭിക്ഷ കിട്ടി എന്ന് വിചാരിക്കാം കേട്ടോ. അങ്ങനെ വിചാരിക്കാം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ ഇതിൽ സിംഗുലറും പ്ലൂറലും ഉപയോഗിക്കാം. അങ്ങനെ ഒരു റൂൾ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. നമ്മൾ 10 രൂപ കൊടുക്കുകയാണെന്ന് നമുക്കറിയാം, പക്ഷെ കിട്ടിയ ആൾക്കത് എന്താണ്, ഒരു ഭിക്ഷയാണ്. അപ്പോൾ എണ്ണവും സിംഗുലറും വരണം, പ്ലൂറലും വരണം. ആ മൊത്തത്തിലായിട്ടുള്ളതും നമുക്കറിയാം. പിന്നെ കിട്ടുന്ന ആൾക്ക് അതൊരു ഭിക്ഷ, അതൊരു സിംഗുലർ ആയിട്ട് കൊടുക്കാം കേട്ടോ. ആൻഡ് ഇനി വേർ അബൌട്ട്സ് ആർ ബോത്ത് സിംഗുലർ ആൻഡ് പ്ലൂറൽ ആൻഡ് ടേക്ക് സിംഗുലർ ഓർ പ്ലൂറൽ. അപ്പൊ ബാരക്സ് ഒരു സോൾജിയർ താമസിക്കുന്ന ഒരു ബാരക്സ്. ഒത്തിരി സോൾജിയേഴ്സ് പല സ്ഥലത്തായിട്ട് ബിൽഡിങ്ങിൽ താമസിക്കുന്നു, അതും ബാരക്സ്. അതിനൊപ്പം നമ്മൾ സിംഗുലർ ആയിട്ടും പ്ലൂറൽ ആയിട്ടും എടുക്കുന്നു. ക്രോസ് റോഡ്, ഒരു റോഡ് ചേർന്നു 2 റോഡായി, മറ്റേ റോഡും കൂടി ചേർന്ന് അത് മൊത്തത്തിലൊരു ക്രോസ് റോഡായി. അപ്പൊ സിംഗുലറും പ്ലൂറലായിട്ട് എടുക്കാം. ഇനി തൂക്കുമരങ്ങളുണ്ട്, അതിനും സിംഗുലറും പ്ലൂറലായിട്ട് എടുക്കാം. ഹെഡ് ക്വാർട്ടർ ഉണ്ട്, അതിന്റെ അടുത്ത് തന്നെ വേറൊരു കമ്പനിയുടെ ഹെഡ് ക്വാർട്ടറും ഉണ്ട്, വേറൊരു കമ്പനിയുടെ ഹെഡ് ക്വാർട്ടറാണ്. അപ്പൊ ഹെഡ് ക്വാർട്ടേഴ്സ് ആയി. സിംഗുലർ ആയിട്ടും എടുത്തു, പ്ലൂറൽ ആയിട്ടും എടുത്തു. ഇനി കുഞ്ഞു എന്താ പറയാ, നമ്മള് ഇപ്പോ ഈ ഇവര് പോവില്ലേ, തീർത്ഥാടകരൊക്കെ പോകുന്ന അങ്ങനെയുള്ള ഒരു പ്ലേസസ്, അങ്ങനെയാണ് നമ്മൾ ഇന്നീസ് എന്ന് പറയാട്ടോ. അല്ലെങ്കിൽ കുഞ്ഞു വീട്, അങ്ങനെ ഒരു മീനിങ് ഉണ്ട്. ഇനി സീരീസ്, സ്പീഷീസ്. അപ്പൊ അത് സീരീസ് ലൈറ്റിൽ എല്ലാ ലൈറ്റും ഓഫായി, എല്ലാ ലൈറ്റും കേടായി, അതിനകത്ത് ഒരു ബൾബ് കത്തുന്നുണ്ട്, പക്ഷെ മറ്റേതെല്ലാം കണക്റ്റഡ് ആണ്. എന്നാൽ ഒരെണ്ണം മാത്രമാണ് കത്തുന്നത്. അപ്പൊ സിംഗുലർ ആയിട്ടും പ്ലൂറൽ ആയിട്ടും അങ്ങനെ മനസ്സിലൊന്ന് പിക്ചറൈസ് ചെയ്യാൻ കൊണ്ട് പറ്റുന്നുണ്ടോ എന്ന് നോക്കാം കേട്ടോ. അതുപോലെ തന്നെ വേർബ്സ്, ആൻഡ്, ഇതെല്ലാം. അപ്പോൾ ഇവിടെയെല്ലാം നമുക്ക് ബോത്ത് സിംഗുലർ ആൻഡ് പ്ലൂറൽ നമുക്ക് വേർബ് യൂസ് ചെയ്യാം. സിംഗുലർ ഫോമിലും പ്ലൂറൽ ഫോമിലും യൂസ് ചെയ്യാം. അത് സെന്റൻസ് അനുസരിച്ച് നമുക്ക് നോക്കാം. അവർ ഹെഡ് ക്വാർട്ടേഴ്സ് ഈസ് എന്നും പറയാം, ആർ എന്നും പറയാം. ഇൻ കൊച്ചി, a new ironworks has been opened in our municipality this week. ആ സെക്കൻഡ് സെന്റൻസിൽ a new അതങ്ങനെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് വേണ്ട. a new ഒരു പുതിയ അയൺ വർക്ക്സിന്റെ ഇത് ഇവിടെ മുനിസിപ്പാലിറ്റിയിൽ ഈ വീക്ക് ഓപ്പൺ ആയിട്ടുണ്ട്. a new, അതുകൊണ്ട് നമുക്ക് എന്നൊരു ലെറ്റർ നമുക്കറിയാം 1നെ ഡിനോട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്ക് അവിടെ ഈസ് സിംഗുലർ വേർബ് യൂസ് ചെയ്യാം. There are several iron works in our state. അപ്പോൾ അതൊരു എന്താ പറയാ, ഒരു സ്ഥലത്തേക്കാണ് എന്നുള്ളത് നമ്മൾ ഡിനോട്ട് ചെയ്ത് പറയുന്നുണ്ട്. ഇവിടെ നമ്മുടെ സ്റ്റേറ്റിൽ, നമ്മുടെ കേരളത്തിൽ ഒത്തിരി അയൺ വർക്ക്സ് ഉണ്ട്, പക്ഷെ അതിൽ ഒരെണ്ണം ഇവിടെ നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ ഈ വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ കണക്ട് ചെയ്ത് നമുക്ക് നോക്കാം. സിംഗുലർ ആയിട്ടും പ്ലൂറൽ ആയിട്ടും ഈ 15th കോൺകോർഡിന് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അത് ആ സെന്റൻസ് കൺസ്ട്രക്ഷനിൽ നമുക്ക് ന്യൂ ദിസ് വൺ, അങ്ങനെ നമ്മൾ വണ്ണിലേക്ക് സിംഗുലറിലേക്ക് ഡിനോട്ട് ചെയ്ത് പറയുമ്പോൾ അത് സിംഗുലർ ആയിട്ടും പ്ലൂറലിലേക്ക് ഡിനോട്ട് ചെയ്യുമ്പോൾ പറയും വേർബ് പ്ലൂറൽ ആയിട്ടും ഉപയോഗിക്കാം. 15th വൺ കുറച്ച് ക്ലിയർ ആയോ? കുറച്ചെങ്കിലും മനസ്സിലായോ? Okay. ഇനി 16th വൺ. Nouns such as billiards, measles, mumps,
news, mathematics, physics, statistics, linguistics, phonetics, politics, rabbits, United States, United Nations, Athens, Philippines, and Wales are singular in number and take a singular verb. ഇതില് സിംഗുലർ വേർബ് തന്നെ മനസ്സിൽ കൊണ്ടുവരാം. അത് എവിടെയൊക്കെയാണ്? ബില്യാർഡ്സ് നമുക്കറിയാം, ഒരു ടേബിളിൽ കളിക്കുന്ന ഒരു 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 ഗെയിം അത് അല്ലെ. ബോൾസ് നമ്മൾ ഒരു സ്റ്റിക്ക് വെച്ച് ടച്ച് ചെയ്ത്, അത് ക്യാരംസിന്റെ വേറൊരു ഫോമാണ് അല്ലെ അത്. അപ്പൊ അതില് നമുക്കറിയാം അതൊരു ടേബിളിൽ ഒരു ഒറ്റ എന്താ പറയാ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ഒത്തിരി ബോൾസ് സ്റ്റിക്ക് വെച്ച് ചെയ്യുന്നു. അപ്പോൾ അതില് നമുക്ക് വേണമെങ്കിൽ പ്ലൂറലിലേക്ക് അത് പ്ലൂറൽ ആയിട്ട് നമുക്ക് തോന്നും അല്ലെ. പക്ഷെ നമ്മൾ ആ ഒരു ഒരു ഫ്രെയിമിനെ ഒന്ന് മനസ്സിൽ കൊണ്ടുവരാൻ നോക്കുക. അപ്പൊ അതിനെ നമ്മൾ ഒറ്റ ഫ്രെയിമിലാണല്ലോ ഇത്രയും ബോൾസും ഈ സ്റ്റിക്ക് വെച്ചിട്ടും പ്ലേയേഴ്സ് കളിക്കുന്നത്. അത് മനസ്സിൽ കൊണ്ടുവരാം. ഇനി മീസിൽസ്, മംസ് അതെല്ലാം രോഗങ്ങളിലേക്ക് റിലേറ്റ് ചെയ്ത് കൊണ്ടുവരാം. ഇനി ന്യൂസ് അറിയാം, ഇത് എല്ലാം നമുക്ക് അറിയാവുന്ന തന്നെയാണ്. മാത്തമാറ്റിക്സ്, ഫിസിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് എല്ലാം തന്നെ നമ്മൾ സെന്റൻസിൽ യൂസ് ചെയ്യുമ്പോൾ, സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ അത് നമ്മൾ സിംഗുലർ വേർബ് തന്നെയാണ് അതിന് യൂസ് ചെയ്യേണ്ടത്. The news is too good to consider. When was the United Nations established? As for me, physics seems to be a different subject. The news is too good to consider. So the phonetics class is too good to listen to. അങ്ങനെ പറയാം. ഒരു എക്സാമ്പിൾ, അതിലിപ്പം സബ്ജക്റ്റിന് നമ്മൾ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ഫോണറ്റിക്സ് എന്ന് പറയുന്നത് നമ്മൾ ഒത്തിരി കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു അതിനൊരു നമ്മൾ ടേം വെച്ച് പറയാണ് അല്ലെ. എന്താണ് ഇതൊരു സയൻസ് ആണ്, അല്ലെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ അതിൽ നമ്മളിങ്ങനെ ഫോണറ്റിക്സ് ഒത്തിരി സൗണ്ടുകളുണ്ട്, പിന്നെ മാത്തമാറ്റിക്സ് ഒത്തിരി നമ്പറുകളുണ്ട്. അങ്ങനെ വെച്ചൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാൻ നോക്കുക. അതെല്ലാം നമ്മൾ ഒത്തിരി നമ്പറുകൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അതിനെ ഒറ്റയായിട്ട് എടുക്കുന്നു. അപ്പൊ അത് സിംഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്നു. ഇനി ഫിസിക്സ് സീൻസ് നമുക്കറിയാം. സീൻസ് എന്ന് പറയുന്നത് തേർഡ് സെന്റൻസിലെ സീൻസ് എന്ന് പറയുന്നത് അത് സിംഗുലർ ആണ്. ഇപ്പോ ഫിസിക്സ് നമ്മൾ വേറൊരു ഫോമിലേക്ക് അത് സെന്റൻസ് മാറ്റുകയാണെങ്കിൽ ഫിസിക്സ് ഈസ് ക്വൈറ്റ് ഈസി ഫോർ മീ. Physics is so in physics there is a in physics subject there is a exciting elements to learn. അങ്ങനെ ഇങ്ങനത്തെ സിംഗുലർ ആയിട്ട് തന്നെ ഈ ഫിസിക്സിന്റെ കൂടെ വേർബ് യൂസ് ചെയ്യുക. അങ്ങനെ പറഞ്ഞിരിക്കുന്ന എല്ലാ ടേംസിലും എല്ലാ സബ്ജക്ട്സിലും ബില്യാർഡ്സ്, മീസിൽസ്, മംസ്, ന്യൂസ്, മാത്തമാറ്റിക്സ്, ഫിസിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ലിംഗ്വിസ്റ്റിക്സ്, ഫോണറ്റിക്സ്, പൊളിറ്റിക്സ്, റാബീസ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, യുണൈറ്റഡ് നേഷൻസ്, ഏതൻസ്, ഫിലിപ്പീൻസ്, വെയിൽസ്, ഇതിലെല്ലാം തന്നെ വായിക്കുമ്പോൾ നമുക്ക് പ്ലൂറലായിട്ട് തോന്നുമെങ്കിലും അത് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യാം. താങ്ക് യു. കുറച്ച് സ്പീഡായി സ്പീഡിൽ എടുത്തതുകൊണ്ടാട്ടോ. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കുറച്ചെങ്കിലും ആ വേർഡ് നമുക്ക് മനസ്സിലേക്ക് കൊണ്ടുവരാം. എന്നിട്ടത് നമ്മളൊന്ന് പിക്ചറൈസ് ചെയ്ത് ഏതാണ് സിംഗുലറിൽ ഉപയോഗിക്കേണ്ടത്, ഏതാണ് പ്ലൂറൽ ഉപയോഗിക്കേണ്ടതെന്ന് ഒന്ന് കൊണ്ടുവരാം. അപ്പൊ 14th പോയിന്റിൽ ഫസ്റ്റ് വൺ പ്ലൂറൽ ആണ്. പെയർ ഓഫ് എന്ന് നമ്മൾ കൊടുക്കുമ്പോൾ അത് സിംഗുലർ ആവുന്നു. 15th വണ്ണില് സിംഗുലർ ആയിട്ടും പ്ലൂറൽ ആയിട്ടും ആ സബ്ജക്റ്റിനെ നമുക്ക് എടുക്കാം. ഇനി 16th വണ്ണില് സിംഗുലർ മാത്രമാണ്, അത് വായിക്കുമ്പോൾ പ്ലൂറൽ പോലെ നൗൺസ് വരും, പക്ഷെ സിംഗുലർ ആ സബ്ജക്റ്റ് പ്ലൂറൽ ആയിട്ട് തോന്നും, പക്ഷെ നമ്മൾ സിംഗുലർ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 14th വൺ പ്ലൂറൽ സിംഗുലർ, 15th വൺ പ്ലൂറൽ ഓർ സിംഗുലർ, 16th വൺ സിംഗുലർ ഓൺലി. കിട്ടിയോ? മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. ഓക്കെ ടീന, ക്ലിയർ ആയിട്ട് എന്നെക്കാളും ക്ലിയർ ആയിട്ട് ടീന പറഞ്ഞു. ഓക്കെ, അപ്പോ നെക്സ്റ്റ് പോവാണ് കേട്ടോ. 16 വരെ എടുത്തു. 17th വൺ ഇറ്റ്സ് കളക്റ്റീവ് നൗൺ. കളക്റ്റീവ് നൗൺ ആണെങ്കിൽ അത് കളക്റ്റീവ് നൗൺ ആണ്. സോ നമ്മൾ യൂസ് ചെയ്യേണ്ടത് സിംഗുലർ വേർബ് ആണ് അല്ലെ. നൗൺ അല്ലെ, അത് സിംഗുലർ നൗൺ ആണ്, അത് കളക്റ്റീവ് നൗൺ ആണെന്ന് പറയും. കമ്മിറ്റി, കൗൺസിൽ, ക്ലാസ്, ക്രൗഡ്, ഓഡിയൻസ്, ഗവൺമെന്റ്, ഇതൊക്കെ എന്താണ് കളക്റ്റീവ് നൗൺ ആണ്. കളക്റ്റീവ് നൗൺ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ
എന്ത് ചെയ്യും? കളക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും പറയാവുന്നതാണ് അല്ലെ. അത് സിംഗുലർ ആയിട്ടോ പ്ലൂറൽ ആയിട്ടോ ഒക്കെ നമുക്ക് പറയാം. കാരണം നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ എങ്ങനെയാണോ അത് നമ്മൾ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ അത് പ്ലൂറലായിട്ട് യൂസ് ചെയ്യാം, തെറ്റൊന്നുമില്ല. ഇപ്പോ അസംബ്ലി കണ്ടോ, മിനിസ്ട്രി, പാർലമെന്റ്, അസംബ്ലി, ജൂറി, പബ്ലിക് ആൻഡ് ടീം മേ ബി ട്രീറ്റഡ് ആസ് എ സിംഗുലർ ഓർ പ്ലൂറൽ. സിംഗുലർ ആയിട്ടോ പ്ലൂറലായിട്ടോ നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ എങ്ങനെയാണ് അതിന്, നമ്മൾ എന്താണ് മീനിങ് അവിടെ ഉദ്ദേശിക്കുന്നത് അതിനെ ബേസ് ചെയ്തിരിക്കും. സോ നമ്മൾ സിംഗുലർ ആയിട്ടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് സിംഗുലർ സബ്ജക്ട് യൂസ് ചെയ്യാം, സിംഗുലർ വേർബ് യൂസ് ചെയ്യാം. ഇനി പ്ലൂറൽ ആയിട്ടാണ് നമ്മൾ പറയുന്നതെങ്കിൽ അതുകൂടെ പ്ലൂറൽ വേർബ് യൂസ് ചെയ്യാം. ക്ലിയർ ആണോ? ദ ഓഡിയൻസ് ഷോസ് വേണമെങ്കിൽ പറയാം, ദ ഓഡിയൻസ് ഷോ എന്ന് വേണമെങ്കിൽ പറയാം. തെറ്റൊന്നുമില്ല, എന്ത് യൂസ് ചെയ്യാം, അവിടെ മിസ്റ്റേക്ക് ഒന്നുമില്ല കേട്ടോ. ക്ലിയർ ആണോ? കളക്റ്റീവ് നൗണിന്റെ കൂടെ നമുക്ക് സിംഗുലർ വേർബും പ്ലൂറൽ വേർബും ഒക്കെ ആഡ് ചെയ്യാം, തെറ്റൊന്നുമില്ല. അത് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ സെന്റൻസിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും ആ സിംഗുലർ വേർബും പ്ലൂറൽ വേർബും ആയിട്ട് വരാം. ഓക്കെ, ക്ലിയർ ആണോ? Then certain nouns such as aircraft, sheep, Chinese, salmon ഇതൊക്കെ എന്താണ്, ഇതും നേരത്തെ പറഞ്ഞ പോലെ സിംഗുലർ ആയിട്ട് പ്ലൂറൽ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം, തെറ്റൊന്നുമില്ല. അവിടെ നമ്പേഴ്സിനെ ബേസ് ചെയ്തിരിക്കുന്നുള്ളൂ. ഇപ്പൊ എയർക്രാഫ്റ്റ്, ആൻഡ് എയർക്രാഫ്റ്റ് വാസ് ഡെസ്ട്രോയിഡ്. അപ്പൊ നമുക്കറിയാം ഓൾറെഡി ഒരെണ്ണേ ഉള്ളൂ, സിംഗുലർ ആണ്. നമുക്ക് നമ്പേഴ്സ് വെച്ചിട്ട് പറയുകയാണെങ്കിലോ 3 എയർക്രാഫ്റ്റ്സ് എന്ന് പറയുമ്പോൾ 3 എയർക്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ എന്തായത് പ്ലൂറൽ ആയിട്ട് മാറി. അപ്പൊ നമ്പറിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ സിംഗുലർ വെർബ് യൂസ് ചെയ്യണോ പ്ലൂറൽ വെർബ് യൂസ് ചെയ്യണോ തീരുമാനിക്കും. മനസ്സിലായോ? എ ചൈനീസ് ഹാസ് അറൈവ്ഡ്, 3 ചൈനീസ് ഹാവ് അറൈവ്ഡ്. നമ്പേഴ്സ് ആണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, ഒരുപാട് നമ്പേഴ്സ് വരാണെങ്കിൽ അത് പ്ലൂറലായി. ഇനിയിപ്പോ ഒരെണ്ണുള്ളൂ എങ്കിൽ അത് സിംഗുലർ ആണ്. വളരെ അറിയാവുന്ന കാര്യമാണ് അല്ലെ. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? 18th വൺ ഓക്കെ ആണോ? ഈ കൊടുത്തിരിക്കുന്ന വേർഡ്സ് ഉണ്ടല്ലോ, certain nouns such as aircraft, sheep, deer, cod, salmon, trout, and nationality names such as Chinese, Japanese, Portuguese, Swiss, Vietnamese. ഇതൊക്കെ എന്താണ്, നമ്മള് നമ്പേഴ്സ് അതിന് മുന്നിൽ നമ്പേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്ലൂറൽ ആകും, ഇല്ലെങ്കിൽ എന്താണ് സിംഗുലർ ആണ്. ഓക്കെ, ക്ലിയർ? And the 19th one is gerund, smoking. gerund അല്ലെ, ing ഫോം സബ്ജക്റ്റ് ആയിട്ട് വരാണെങ്കിൽ അത് gerund ആണ്. നമ്മൾ എന്ത് ചെയ്യും? സിംഗുലർ വെർബ് യൂസ് ചെയ്യും. ദാറ്റ്സ് ഓൾ. അത് തന്നെയാണ് ഇൻഫിനിറ്റീവിൽ വരുന്നത് കേട്ടോ. ഇൻഫിനിറ്റീവ് ing ആയിട്ടോട് പറയുന്നത് ശരിക്കും ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞത് ടു വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് gerund ആയിട്ട് തന്നെ പെടുത്താം. ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞില്ലെങ്കിൽ 19ഉം 20ഉം ഏകദേശം സെയിം തന്നെയാണ് കേട്ടോ. ഓക്കെ, ലേണിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നത് ടു വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടു ലേൺ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി സീംസ് ഡിഫറെന്റ് എന്ന് പറയും. ടു വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ശരിക്കും ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, സംടൈംസ് അത് ing വെച്ച് സ്റ്റാർട്ട് ചെയ്യാം, പക്ഷെ അത് gerund ആണ്. അപ്പൊ 19ഉം 20ഉം ഏകദേശം സെയിം ആണ് കേട്ടോ. ഒരു കൺഫ്യൂഷൻ വേണ്ട. ing വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സബ്ജക്ട് എപ്പോഴും സിംഗുലർ വെർബ് ആയിരിക്കും ഫോളോ ചെയ്യാം. ഓക്കെ, ക്ലിയർ? സ്മോക്കിംഗ് സിഗരറ്റ്സ് ഈസ് ബാഡ്, അത് ing വെച്ച് സ്റ്റാർട്ട് ചെയ്താണ്. കാരണം gerund എന്താണ്, ing വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സബ്ജക്ട്സ് ആയിരിക്കും. ഓക്കെ, അതെന്താണ് gerund ആണ്. അപ്പൊ ing വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സബ്ജക്ട് എപ്പോഴും ഫോളോ ചെയ്യുന്നത് സിംഗുലർ വെർബിനെ ആയിരിക്കും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? 19ഉം 20ഉം സെയിം തന്നെയാണ്. 19 and 20 is the same. ഓക്കെ, and 21 എന്താണ്? പോലീസ്, പീപ്പിൾ, ക്ലർജി, കാസിൽ, ഇതൊക്കെ നമ്മൾ പ്ലൂറൽ നൗണിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതെല്ലാം കാണുമ്പോൾ എന്താണ്, ഇതെല്ലാം എന്താ പ്ലൂറൽ കാണുമ്പോൾ സിംഗുലർ ആയിട്ട് തോന്നുമെങ്കിൽ അതെല്ലാം പ്ലൂറൽ നൗൺ ആണ്. സോ പ്ലൂറൽ വേർബ് ആയിരിക്കും യൂസ് ചെയ്യാം. ഓക്കെ, അതാണ് 21. ഇതെല്ലാം പ്ലൂറൽ സബ്ജക്ട് ആയത് കൊണ്ട് തന്നെ നമ്മൾ പ്ലൂറൽ വേർബ് യൂസ് ചെയ്യുന്നു. ദെൻ 22 എന്താണ്? നമുക്കറിയാം ഓരോ ബുക്സിനും ഓരോ പേരുണ്ടാവും അല്ലെ. നമ്മൾ ഓരോ ബുക്സ് പബ്ലിഷ് ചെയ്യുമ്പോൾ ഓരോ ബുക്സിനും ഒരു പേരുണ്ടാവും. ആ പേര് എങ്ങനെയാകട്ടെ, നമുക്ക് കാണുമ്പോൾ ചിലപ്പോൾ എസ് ആഡ് ചെയ്തിട്ട് ചിലപ്പോൾ പ്ലൂറൽ ആയിട്ടൊക്കെ തോന്നാമെങ്കിലും ആ പേരാണ് ബുക്സിന്റെ നെയിം ആയതുകൊണ്ട് തന്നെ അത് എപ്പോഴും സിംഗുലർ വേർബ് ആയിരിക്കും ഫോളോ ചെയ്യുക. ഗ്രേറ്റ് എക്സ്പെക്ടേഷൻസ് എന്ന് പറയുമ്പോൾ ബുക്കിന്റെ പേരായതുകൊണ്ട് തന്നെ നമ്മൾ സിംഗുലർ വേർബ് ആണ് യൂസ് ചെയ്യാം. ഈസ് വൺ ഓഫ് ഡിക്കൻസ് ഗ്രേറ്റ് വർക്ക്സ്. മനസ്സിലായോ? ഈസ് യൂസ് ചെയ്തു, അതാണ് 22.
Plural words and phrases used as a title of books takes a singular verb. ബുക്സിന്റെ പേരാകുമ്പോൾ ചിലപ്പോൾ പ്ലൂറൽ ആയിട്ട് ഫ്രേസസ് ആയിട്ടൊക്കെ മാറാം. പക്ഷെ എന്നിരുന്നാലും ബുക്സിന്റെ പേരായതുകൊണ്ട് തന്നെ സിംഗുലർ വെർബ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ? ഇനി റിലേറ്റീവ് ക്ലോസ് ബിഗിനിങ് വിത്ത് വാട്ട് യൂഷ്വലി ടേക്സ് ദ സിംഗുലർ വെർബ്. റിലേറ്റീവ് ക്ലോസ് ആയ വാട്ട് വെച്ച് നമ്മൾ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ സിംഗുലർ വെർബ് ആയിരിക്കും യൂസ് ചെയ്യാം. റിലേറ്റീവ് ക്ലോസ് ആയ വാട്ട് വെച്ച് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാല് സിംഗുലർ വെർബ് ആയിരിക്കും യൂസ് ചെയ്യാം കേട്ടോ. അതാണ് 23. 24 is ഗെയിം അല്ലെ, ഗെയിംസ് കൺട്രീസ് ഒക്കെ ആണെങ്കിൽ അത് നേരത്തെ പറഞ്ഞ പോലെ ട്രീറ്റഡ് ആസ് എ പ്ലൂറൽ, സോ വി ടേക്ക് എ പ്ലൂറൽ സബ്ജക്ട്സ്. ഓക്കെ, ഗെയിംസ് ആയിക്കോട്ടെ, കൺട്രീസിന്റെ പേരായിക്കോട്ടെ, അതൊക്കെ എന്താണ് പ്ലൂറൽ ആണ്. സോ അവിടെ പ്ലൂറൽ വെർബ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇതാണ് 24 കോൺകേർഡ് എന്ന് പറയുന്നത് കേട്ടോ. നന്നായിട്ട് വായിച്ചു നോക്കാം. ഇത്രേ പറയാനുള്ളൂ. ക്ലാസ് ഒക്കെ എടുത്തു, ഞാൻ പറയുന്നത് കുറച്ച് ക്ലിയർ ആയിട്ടുണ്ടാകാം, ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകാം, എന്തായിക്കോട്ടെ നന്നായിട്ട് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ വായിച്ചു നോക്കാം, സെർച്ച് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ ചെയ്യണം, എന്നാൽ മാത്രമേ ഇത് കിട്ടൂ. ചുമ്മാ ഇങ്ങനെ കുറെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത് വായിച്ച് പഠിക്കേണ്ടതാണ്. ക്ലിയർ ആണോ? എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചാൽ മതി. ട്യൂസ്ഡേ വെനസ്ഡേ ഞാൻ തന്നെ ആയിരിക്കും. ഓക്കെ, ഓക്കെ ആണോ? കോൺകേർഡ് ബിറ്റ്വീൻ നൗൺ ആൻഡ് പ്രോനൗൺ ഇതൊന്നും നോക്കണ്ട കേട്ടോ, മൈൻഡ് ചെയ്യണ്ട, അതൊന്നും മൈൻഡ് ചെയ്യണ്ട. അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ്. സ്വതക്കോർഡ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, മൈൻഡ് ചെയ്യേണ്ടത്. അപ്പോ ഈ ചാപ്റ്ററിലെ ആർട്ടിക്കിൾ ആൻഡ് കോൺകേർഡ് രണ്ടും ഓക്കെ ആണോ? ഏകദേശം ഓക്കെ ആണോ? ഇനി ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മാത്രം മതി. വായിക്കുമ്പോൾ കുറച്ചൊക്കെ ക്ലിയർ ആവും. ഓക്കെ, റെസ്പോൺസ് ഒന്നുമില്ലല്ലോ. കുറച്ച് കൺഫ്യൂസിങ് ആയ ഒരു ചാപ്റ്റർ ആണ്, അതുകൊണ്ടാണ് ലാസ്റ്റത്തെ എടുത്ത് വെച്ചത്. കാരണം ടെൻസ് പഠിക്കാൻ എന്തായാലും നോക്കാൻ പറ്റില്ല, കുറച്ച് കൺഫ്യൂസിങ് ആണ്. അത് ഇത്രയും റൂൾസ് ഫോളോ, നമ്മൾ ഇത്രയും റൂൾസ് പറയുന്നത് കൊണ്ടുള്ള കൺഫ്യൂഷൻ ആണ് അത് കേട്ടോ. അല്ലാണ്ട് വേറെ ഒന്നുമില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾ വായിച്ചു നോക്കും, നിങ്ങൾക്ക് ക്ലിയർ ആകും. ഓക്കെ ആണോ? ഇപ്പോ എനിക്ക് തോന്നുന്നു ചാപ്റ്റേഴ്സ് ഏകദേശം കവേർഡ് ആയിട്ടുണ്ട് അല്ലെ. 4, 5, 6, 7, 8, 9 എടുത്തിട്ടില്ല. 10, 11, 12, 13, 14 എടുത്തായിരുന്നോ? ക്വസ്റ്റ്യൻ ടാഗ് എടുത്തായിരുന്നോ ഞാൻ? ഇല്ല മാം. ഇല്ല. 5th ചാപ്റ്റർ ഓക്കെ അല്ലേ? 5th ചാപ്റ്റർ നന്നായിട്ട് വായിച്ചു നോക്കിയിട്ട് വരാം കേട്ടോ. കോൺകേർഡ് നന്നായിട്ട് വായിച്ചു നോക്കിയിട്ട് വരാം. അടുത്ത ചാപ്റ്റർ ഒക്കെ പൊയ്ക്കോട്ടെ ഞാൻ. ക്വസ്റ്റ്യൻ ടാഗ് ആണ്, ഈസിയാണ്, വളരെയധികം ഈസിയാണ്. ക്വസ്റ്റ്യൻ ടാഗ് മാത്രമേ എടുക്കാനുള്ളൂ. പ്രപ്പോസിഷൻ കഴിഞ്ഞു, ഡയറക്റ്റ് സ്പീച്ച് കഴിഞ്ഞു, പാർട്ടിസിപ്പിൾ കഴിഞ്ഞു, ഫ്രേസൽ വെർബ് കഴിഞ്ഞു, ദെൻ ക്വസ്റ്റ്യൻ ടാഗ് മാത്രമാണ് അല്ലെ. കണ്ടീഷണൽ സെന്റൻസസ് അതുകൊണ്ട് അത് രണ്ടല്ലേ ഉള്ളൂ. ഇനി അതിൽ ക്വസ്റ്റ്യൻ ടാഗ് എടുക്കാം കേട്ടോ. ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുമ്പോ നമ്മളൊരു സെന്റൻസ് പറഞ്ഞിട്ട് അതിൽ ടാഗ് ഒരു വാല് പോലെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അവൾ വായിക്കാണ്, അപ്പൊ നമ്മൾ ടാഗ് ഒരു വാല് പോലെ ചോദിക്കാണ്, വായിക്കാണോ, ആണോ എന്ന് ചോദിക്കും. ഓക്കെ, അവര് വരില്ല, അവര് വരില്ലേ എന്ന് ചോദിക്കില്ലേ, അതാണ് എന്ത് ടാഗ് എന്ന് പറയുന്നത്. അത് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഷീസ് റീഡിങ്, ഇസിൻ ഷീ, അതാണ് ടാഗ്. അവൾ വായിക്കാണോ, അവൾ വായിക്കാണോ, they are not coming, അവർ വരില്ലേ, അവർ ചോദ്യം, അവർ വരുമോ. ഓക്കെ, അപ്പൊ ആ ലാസ്റ്റ് വരുന്ന പോർഷൻ ആണ് എന്താ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ടാഗ് എന്താന്ന് മനസ്സിലായോ? പിന്നെ അതിൽ കുറച്ച് ഇതുപോലെ തന്നെ റൂൾസ് ഉണ്ട്. അതായത് ഷീസ് റീഡിങ് എന്ന് പറയുന്നതാണ് സെന്റൻസ്. അതില് സെക്കൻഡ് പോർഷൻ ആണ് ടാഗ് എന്ന് പറയുന്നത്. അപ്പോ സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ എഴുതിക്കോളൂ, നോട്ട്ബുക്ക് എടുക്കുക, ക്വസ്റ്റ്യൻ ടാഗ് എന്ന ഹെഡിങ് കൊടുക്കുക, എന്നിട്ട് ഈ റൂൾ എഴുതുക. ഫസ്റ്റ് റൂൾ എഴുതാം കേട്ടോ. A positive statement takes a negative question tag and a negative statement takes a positive question tag. ഇതാണ് ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ്, സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആയിരിക്കും.
കഴിഞ്ഞോ? എഴുതിയോ? എന്ത് പറ്റിന്ന് ആക്റ്റീവ് അല്ലല്ലോ ആരും. മനസ്സിലാവുന്നില്ലേ? അത് മാം ഇന്ന് മുതൽ വൈവ് പറഞ്ഞിട്ടുണ്ടേ. അപ്പൊ എല്ലാവരുടെ ഉള്ളിലും ആ ഒരു ടെൻഷൻ ഉണ്ട്. അതുകൊണ്ടാണ് മാം, വേറെ ഒന്നുമില്ല. ഞങ്ങൾ ആ ഒരു ടെൻഷനിൽ നിൽക്കുന്നതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ പതിയെ പതിയെ പങ്ങിയിരിക്കുന്നത്. വൈവേന് ഓർത്ത് ടെൻഷൻ എടുക്കണം. എന്ത് കാര്യമുണ്ട് നിങ്ങൾക്ക്? പക്ഷെ മാം ഞങ്ങൾക്ക് വേറെ ലിസ്റ്റ് ഒന്നും ഇതുവരെ തന്നില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ കുറച്ചുപേരെ വിളിച്ചു എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പിൽ മെസ്സേജ് വരുന്നുണ്ട്. അപ്പൊ അതും കൂടി കേട്ടിട്ടായിരിക്കും, മെസ്സേജ് കണ്ടിട്ടായിരിക്കും. വൈവേനെ കുറിച്ച് ആയിട്ട് ടെൻഷൻ അടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഫെമിലിയർ ആയ ടീച്ചേഴ്സ് ആയിരിക്കും വൈവ് എടുക്കുക. ഓക്കെ, അതല്ല നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും ചോദിക്കുക. അത് നിങ്ങൾ വോക്കിനെ കുറിച്ച് ചോദിക്കും. നിങ്ങൾക്ക് കുറെ ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ അല്ലെ, റെക്കോർഡ്സും ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ നിങ്ങൾക്കൊന്ന് എന്ത് ചെയ്യും, പ്രസന്റ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്യുക, കോൺഫിഡന്റ് ആയിട്ട് ആൻസർ ചെയ്യുക. ദാറ്റ്സ് ഓൾ. അതാണ് വൈവേ. ഇനിയിപ്പോ അതിനോട് ടെൻഷൻ അടിക്കുന്നതിനാ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് തന്നെയാണ് 18th ബാച്ചിൽ മിസ്സേ ഭയങ്കര ടെൻഷനാണ് മിസ്സേ. എന്ത് ചെയ്യും മിസ്സേ? ഇത് തന്നെ എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. ഒന്നിനെ കുറിച്ച് ടെൻഷൻ അടിക്കണ്ട. വരുമ്പോ വരും, അപ്പൊ ഫേസ് ചെയ്യും. അറിയാവുന്നത് കോൺഫിഡന്റ് ആയിട്ട് പറയാം, അത്രേ ഉള്ളൂ. നിങ്ങൾ ഇന്റേൺഷിപ്പിന് പോയിട്ട് അതിനെ കുറിച്ച് എക്സ്പീരിയൻസ് ചോദിക്കും. ഇതൊക്കെയാണ് എന്റെ കേട്ടറിവ്. ഇത്രയേ ഉള്ളൂ. മനസ്സിലായോ? കോൺഫിഡന്റ് ആയിട്ടിരിക്കുക, അത്രയേ ഉള്ളൂ. റെസ്പെക്ടോട് കൂടി ടീച്ചേഴ്സിനോട് സംസാരിക്കാം. ഓക്കെ, ദാറ്റ്സ് ഓൾ. അതാണ് വൈവ. നീ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കേട്ടാ. എത്രയേ ഉണ്ടാവുള്ളൂ. ഇംഗ്ലീഷ് ഒക്കെ ആണെങ്കിൽ പിന്നെയും മേടിക്കാം. പക്ഷെ എനിക്കൊരു വൈവ നിങ്ങൾ തന്നില്ല, എനിക്കൊരു അവസരം നിങ്ങൾ തരുന്നില്ല. ഇംഗ്ലീഷിലൊരു വൈവ വേണമായിരുന്നു. എന്ത് ചെയ്യാനാ? അങ്ങനെയാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി പഠിക്കാൻ. ഇംഗ്ലീഷിലൊക്കെ സംസാരിക്കണം എന്നൊക്കെ പറയുമ്പോൾ ടെൻഷൻ വരും. ഇത് അതിന്റെ ആവശ്യമൊന്നുമില്ല. സോ സിമ്പിൾ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ, മോണ്ടിസോറിനെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ, പഠിച്ചതിന്റെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അത് നിങ്ങൾ കോൺഫിഡന്റ് ആൻസർ പറയാ. ദാറ്റ്സ് ഓൾ. നിങ്ങൾ ചെയ്ത ആക്ടിവിറ്റീസ് ഒക്കെ ഒന്ന് പ്രസന്റ് ചെയ്യുക. ഇത്രയൊക്കെ ഉള്ളൂ. ഇത്രയാണ് മേടിക്കുന്നേ. ഫെമിലിയർ ആയ ടീച്ചേഴ്സ് ആയിരിക്കും വരാം. ഇനി ഫെമിലിയർ ആയ ടീച്ചേഴ്സ് അല്ലെങ്കിൽ പോലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അന്നോട് വെച്ച് കാണാനേ ഇപ്പോഴേ ടെൻഷൻ അടിക്കണോ? പിന്നെ അത് മാത്രല്ല മാം, പറയുന്ന കംപ്ലീറ്റ് ചെയ്തത് ആക്കാനും ഉണ്ട്, അത് ആവോ എന്നുള്ളൊരു ടെൻഷനും ഉണ്ട്. എല്ലാവർക്കും ആ ഒരു, ചിലവര് എല്ലാവരുടെയും കഴിഞ്ഞു, ഇനി അതെങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നുള്ളൊരു ടെൻഷൻ. ചിലർക്ക് അത് കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് പ്രസന്റേഷൻ എങ്ങനെയാവോ ആ ഒരു ടെൻഷൻ. മൊത്തത്തില് ടെൻഷൻ മയമാണ്. വൈവ കഴിയുമ്പോ കുറച്ച് ഓക്കെ ആവും. എന്തിനും പേരിന് ടെൻഷൻ. കഴിഞ്ഞാ ടെൻഷൻ, കഴിഞ്ഞില്ലെങ്കിൽ ടെൻഷൻ. എന്തിനാ? എന്റെ ആവശ്യമുണ്ടോ? ടെൻഷൻ അടിച്ചിട്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ? ഒന്ന് പറഞ്ഞേ. എന്തെങ്കിലും ഉപകാരം ഉണ്ടോ? ഒരു ഉപകാരവും ഇല്ല. നിങ്ങൾ ടെൻഷൻ അടിച്ച് പോകും, നിങ്ങൾക്ക് വരാനുള്ളതേ വരും. അത് നിങ്ങൾ നിങ്ങളുടെ ആ ടൈമിൽ നിങ്ങൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ. ഓക്കെ, ടീച്ചേഴ്സ് എപ്പോഴും മാർക്ക് ഇടുന്നത്, പ്രത്യേകിച്ച് എക്സാം ആണെങ്കിൽ നിങ്ങൾ റിട്ടേൺ നിങ്ങൾ എഴുതി വാങ്ങുന്ന മാർക്കാണ്, സമ്മതിച്ചു. പക്ഷേ വൈവ ആണെങ്കിൽ നിങ്ങൾ ആ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു അതിനെ ബേസ് ചെയ്തിട്ട് മാത്രമായിരിക്കും ടീച്ചേഴ്സ് മാർക്ക് ഇടാം. ആ ടീച്ചേഴ്സ് നിങ്ങൾ ഫെമിലിയർ ആണ്, നിങ്ങൾ ഫ്രണ്ട്സ് ആണ്, എല്ലാവരെയും അറിയാം ടീച്ചേഴ്സിന്, അതുകൊണ്ട് മാർക്ക് കൂടുതൽ കിട്ടും എന്നൊന്നും ആരും ചിന്തിക്കുകയും വേണ്ട. ആ സ്പോട്ടില് പെർഫോം ചെയ്യുന്നതിനെ ബേസ് ചെയ്ത് മാത്രമായിരിക്കും മാർക്ക് ഇടാം. അതുകൊണ്ട് മാക്സിമം കോൺഫിഡന്റ് ആയിട്ടും നല്ല എനർജറ്റിക് ആയിട്ടും റെസ്പെക്ടോട് കൂടിയും ടീച്ചേഴ്സിനോട് ബിഹേവ് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. അത് മാത്രം നോക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ പറയാ, എന്തുകൊണ്ട് കംപ്ലീറ്റ് ആയില്ല, എന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ, ജെന്യൂൻ റീസൺ ഉണ്ടെങ്കിൽ അത് അവിടെ തന്നെ ടീച്ചേഴ്സിനോട് അത് പറയാം, ഓപ്പൺ ആയിട്ട് തന്നെ പറയാം. മനുഷ്യന്മാരാണ് നമ്മളെല്ലാവരും, മനസ്സിലായോ? ആരും റോബോട്ടൊന്നും അല്ലല്ലോ. എല്ലാവർക്കും ഒരുപാട് പ്രശ്നങ്ങൾ, കാര്യങ്ങൾ, ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകാം. സോ എന്താണെങ്കിലും അത് ഓപ്പൺ ആയിട്ട് പറഞ്ഞാൽ അറിയാൻ പറ്റും. ഓക്കെ, ഒരുപാട് പേര് വൈബ് അറ്റൻഡ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, ലേസി ആയിട്ട് അറ്റൻഡ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. ഈസിയാണ്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങളെല്ലാം ഓക്കെ ആണ്, ജെന്യൂൻ ആണെങ്കിൽ നല്ല രീതിയിൽ കോൺഫിഡന്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യൂ. അതിനെ കുറിച്ച് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. മനസ്സിലായോ? അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇതിനെക്കുറിച്ച് ഈ ടെൻഷൻ അടിച്ച് പോയിട്ട് എന്തെങ്കിലും ഒരു ഉപകാരമെങ്കിലും കിട്ടിയിട്ടുണ്ടോ ലൈഫിൽ? എപ്പോഴെങ്കിലും ഉണ്ടോ? ഇല്ല. എന്ത് കാര്യമുണ്ട്? എന്റെ ക്ലാസ്സിൽ പോയി പറയുന്ന ഒരു കാര്യം എല്ലാവർക്കും തന്നെ വൈബ ടെൻഷനാണ്. ടെൻഷൻ അടിച്ചാൽ ഉള്ളതും കൂടെ കയ്യിൽ നിന്ന് പോകട്ടോ. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, എന്റെ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എനിക്ക് എന്റെ ഫസ്റ്റ് വൈബ് ലൈഫിൽ ആദ്യമായിട്ടൊരു വൈബ് അറ്റൻഡ് ഞാൻ ഇംഗ്ലീഷ് പഠിച്ചാ. സോ ഇംഗ്ലീഷിലാണ് വൈബ്, അറിയാം നിങ്ങൾക്ക്. ഞാൻ ഇന്ന് ടെൻഷൻ അടിച്ചിട്ട് ആ വൈബ് മൊത്തം കൊളാക്കിയാണ് ഞാൻ. അതുകൊണ്ട് ദൈവത്തോട് നശിപ്പിക്കരുത്.
കാരണം എന്റെ അനുഭവം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് എന്തായാലും ഇംഗ്ലീഷ് പറയാൻ പറ്റില്ല, ഓക്കെ സമ്മതിച്ചു, എങ്കിൽ പോലും നമ്മൾക്ക് കുറച്ച് നമ്മൾ കോൺഫിഡന്റ് ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റും. ഞാൻ കുറച്ചൊക്കെ പിടിച്ചിരുന്നു, ഞാൻ പറ്റണ്ടേ, കയ്യിൽ നിന്ന് പോയി, ആർക്ക് പോലും ഓർമ്മയില്ല എന്റെ വൈവയുടെ. അന്ന് എനിക്ക് മനസ്സിലായതാ, നമ്മൾ ഒരു കാര്യത്തിന് ഒരിക്കലും ഒരു കാര്യത്തിന് ടെൻഷൻ അടിച്ച് പോയിരിക്കരുത്. ടെൻഷൻ അടിച്ച പകുതി നമ്മൾ ബ്ലാങ്ക് ഔട്ട് ആയി, ഒന്നും കിട്ടില്ല, നമ്മൾ ഫുൾ ബ്ലാങ്ക് ആയിക്കോളും. നമുക്ക് പഠിച്ച കാര്യങ്ങളോ പറയാൻ പോണ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല. അതിലും ഭേദം അന്നോടത്ത് വെച്ച് കാണാന്നേ, വൈവയല്ലേ, അന്നോടത്ത് വെച്ച് കാണാന്നുള്ള ധൈര്യത്തോടെ മുന്നോട്ട് പോയൊക്കെ സൂപ്പർ ആയിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ രീതിയിൽ മൈൻഡ് സെറ്റ് ആക്കാൻ നോക്കും. അയ്യോ നാളെ വൈവയാണെന്ന് ഇപ്പോഴേ ടെൻഷൻ അടിക്കുക. ആ ടൈമിൽ പോയിട്ടിരുന്ന് കയ്യും കാലം പറിച്ച് ഒന്നും പറയാൻ പറ്റില്ല. എന്തിനാ ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഇപ്പൊ ക്യാമറ ഓൺ ചെയ്ത് നിങ്ങൾ എന്നോട് സംസാരിക്കില്ല, അതേപോലെ മതി. ക്ലാസ് ആണെന്ന് വിചാരിക്കുക, ക്ലാസ്സിൽ ടീച്ചേഴ്സ് ഒന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാന്ന് വിചാരിക്കുക, പറഞ്ഞു കൊടുക്കുക, അവര് പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കാണിച്ചു കൊടുക്കുക. ഇപ്പൊ എന്താ, അറിയില്ലെങ്കിൽ അറിയില്ല, മാർക്കത്തിൽ കുറയുന്നല്ലേ ഉള്ളൂ. ഇനിയിപ്പോ എന്താ, തോറ്റൊന്നും പോയില്ലല്ലോ, പോകോ? ഈ വൈവണ്ടെങ്കിലാണെങ്കിൽ ജോലിക്ക് പോകാൻ പറ്റൂ. ടീച്ചറായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നെങ്കിൽ വൈവേ പാസ്സാവണോ? വേണോ? അല്ലെങ്കിൽ എവിടെ നന്നായിട്ട് പെർഫോം ചെയ്യണോ? അങ്ങനെ ഒരാൾക്ക് മാത്രമാണോ ടീച്ചിങ് ജോലി അവൈലബിൾ ആയിട്ടുള്ളൂ? അല്ലല്ലോ. ഈ വൈവയുടെ മാർക്കോ നിങ്ങളുടെ എക്സാമിന്റെ മാർക്കോ ഒന്നും ഒരു അടിസ്ഥാനമേ അല്ല കേട്ടോ. ഓക്കെ, ഒരു ജോലി വേണമെങ്കിൽ നിങ്ങൾ എന്തായാലും പാസ്സാവും. ഈ മോണ്ടിസോറി എന്തായാലും ഈ കോഴ്സ് പാസ്സാവണമെങ്കിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുകയും ചെയ്യും. ആ സർട്ടിഫിക്കറ്റ് അലമാരിൽ വെച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. സ്കില്ല് കാണും, ആ സ്കില്ല് നിങ്ങൾ പ്രൂവ് ചെയ്യും. ആ പ്രൂവ് ചെയ്യാനുള്ള ചാൻസ് ഒക്കെയാണ് ഈ വൈവ എന്നൊക്കെ പറയുന്നത്. അത് പ്രൂവ് ചെയ്യും, മനസ്സിലായോ? അതിൽ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാവും. ഫസ്റ്റ് വൈവ ആണെങ്കിൽ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാവും. അതെന്ത് ചെയ്യണം, നമ്മള് ഇംപ്രൂവ് ചെയ്തൊക്കെ ഡെവലപ്പ് ചെയ്തിട്ട് ഇതല്ലേ വേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് ഈ വൈവയും എക്സാം ഒക്കെ വെക്കുന്നത്. നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള കുറെ മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രം അറിയാൻ പറ്റും. സോ ചെയ്യുക, എക്സ്പീരിയൻസ് ചെയ്യുക, ദെൻ റെക്ടിഫൈ ചെയ്യുക. ഓക്കെ, അല്ലാതെ വെറുതെ ടെൻഷൻ അടിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഓരോ ദിവസവും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക, ഓരോ ദിവസവും. അതാദ്യം മനസ്സിലുണ്ടാവും. ഓരോ മൊമെന്റും നമ്മുടെ ഓരോ എക്സ്പീരിയൻസ് ആണ്. ഇതും വൺ ഓഫ് ദ എക്സ്പീരിയൻസ്. അത് ആദ്യം മനസ്സിലാക്കാം കേട്ടോ. ഓക്കെ, പോരെ, എന്റെ ക്ലാസ് എടുത്തില്ല ടെൻഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇത്രയും കാലിക്ക് പറയണമെന്ന് തോന്നി പറഞ്ഞു. ഒട്ടും സമയമില്ല, എനിക്ക് 2 ചാപ്റ്റർ എടുക്കണം, 2 ക്ലാസ് എന്റെ മുന്നിലുള്ളൂ. അറിയോ നിങ്ങൾക്ക്? സ്പെഷ്യൽ ക്ലാസ് വയ്ക്കും, മാക്സിമം ജോയിൻ ചെയ്യാം. ഓക്കെ, ഓക്കെ ആണോ? ടെൻഷൻ മാറിയോ? കൂൾ ആയിട്ടിരിക്കുവോ? സെറ്റായോ? ആരോട് പറയും സെറ്റായോ? റെസ്പോണ്ട് ചെയ്യാം. എനിക്ക് തമ്പൊന്നും കഴിയാം. ബാക്കി എല്ലാവരൊക്കെയോ പോയി, കുറെ പേരൊക്കെ പോയി, രക്ഷപ്പെട്ടു. ഓക്കെ, സനില ഓക്കെ ആണോ? യെസ് മാം. എനിക്ക് ഈ പറഞ്ഞ പോലെ ആയിരുന്നു, വരുന്നിടത്ത് വെച്ച് കാണാമെന്നത് തന്നെയായിരുന്നു മുന്നോട്ട് പോയിരുന്നത്. പിന്നെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൻ്റെ ഒരു ചെറിയൊരു ടെൻഷൻ ഇല്ലാണ്ടില്ല. എങ്കിലും ആ ഒരു സമയത്ത് പെർഫോമൻസ് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ മാം. അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുന്നു. അത്രേ ഉള്ളൂ, ആർക്കും അറിയില്ല. അതുകൊണ്ട് ഇപ്പോഴും ടെൻഷൻ അടിക്കുന്നത് എന്തിനാ? കൂളായിട്ട് പോവാ. ഞാൻ എന്റെ ഫസ്റ്റ് ക്ലാസ് ഞാൻ പ്രിപ്പയർഡ് ആയിട്ട് പോയതാ. ഫസ്റ്റ് നമുക്ക് ഈ ക്ലാസ് ഉണ്ടല്ലോ, ഞാൻ ഭയങ്കര പ്രിപ്പയർഡ് ആയിരുന്നു. എന്റെ കയ്യിൽ നോട്ട്ബുക്ക് ഉണ്ട്, എന്തൊക്കെ എടുക്കണം ഏതൊക്കെ എടുക്കണം ഞാൻ ഓൾറെഡി സെറ്റ് ആക്കി വെച്ച്, ഒരു എന്താണ് സ്റ്റഡി പ്ലാൻ പോലെ അല്ലെ, ഒരു ടീച്ചിങ് പ്ലാൻ പോലെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ച് പഠിപ്പിച്ചിരുന്ന ഒരാളാണ് ഞാൻ കേട്ടോ. പിന്നെ എനിക്ക് മനസ്സിലായത് അതിന്റെ ആവശ്യമില്ല. കാരണം നമ്മള് ഒരിക്കലും ടീച്ചിങ് പ്ലാൻ പോലെ നമ്മൾ ഒരിക്കലും ഒരു ക്ലാസ് എടുക്കില്ല. അന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മൾ ക്ലാസ്സിൽ ചെന്ന് കയറി നമ്മൾ എന്തൊക്കെയോ സംസാരിക്കുന്നതാണെന്ന് നമുക്കറിയില്ല. കാരണം നമ്മൾ ആ ക്ലാസ്സിന്റെ ഉള്ളിലേക്ക് മുഴുകിയിട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ അത്രയും കോൺസെൻട്രേറ്റ് ചെയ്ത് അത്രയും നമ്മൾ ആ ഒരു അറ്റാച്ച്മെന്റ് കണക്ഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ എന്തൊക്കെയോ സംസാരിക്കുന്നു, ഇങ്ങനെയൊക്കെയോ ക്ലാസ് എടുക്കുന്നു. അല്ലാതെ ആ ടീച്ചിങ് പ്ലാനിലൂടെ ഞാൻ ഇതുവരെ ക്ലാസ് എടുത്തില്ല കേട്ടോ. ഇപ്പോഴത് പറഞ്ഞോണ്ടാണ് ഞാൻ ഇനിയിപ്പോ 10:30 മുന്നിൽ 10:30 ക്ലാസ്. അതിന് മുന്നേ ഞാൻ അയ്യോ ഇങ്ങനെ ക്ലാസ് എടുക്കും ടെൻഷൻ അടിച്ചിട്ട് ക്ലാസ്സിൽ കയറി കഴിഞ്ഞാല് എന്റെ ആവശ്യമില്ല. കാരണം ആ ഒരു ടൈം വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ ക്ലാസ് എടുക്കും. ഇപ്പൊ വൈബ് ആണെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് വൈബ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതങ്ങനെയാണ്, അല്ലാതെ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. ടെൻഷൻ അടിക്കാതെ എത്രയോ നന്നായിട്ട് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്ന് ആലോചിക്കും. അതാണ് ഏറ്റവും ബെറ്റർ. ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല കേട്ടോ. ഓക്കെ, സോ കോൺഫിഡന്റ് ആയിട്ടിരിക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ ടുമോറോ 10:30 ഞാനായിരിക്കും. ഓക്കെ, സോ സൈനോട്ട് പറയണ്ട, ടൈമില്ല, എനിക്ക് വേറെ ക്ലാസ് ഉണ്ട്. ഓക്കെ, സോ താങ്ക് യു ഓൾ ആൻഡ് സീ യു നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ ടു. താങ്ക് യു മാം. താങ്ക് യു.